സാക്ഷ്യവചന ഹേതുവായും കുഞ്ഞാടിന്റെ രക്തം ഹേതുവായും തങ്ങളുടെ സാക്ഷ്യവചനം ഹേതുവായും ജയിച്ചേ സാത്താനെ ജയിച്ചേ, ജയിച്ചേ സാത്താനെ ജയിച്ചേ. അത്യുച്ചത്തിൽ ഒരു ശബ്ദം കേൾക്കാം, മഹത്വവും ജ്ഞാനവും കുഞ്ഞാടിന്. അത്യുച്ചത്തിൽ ഒരു ശബ്ദം കേൾക്കാം, മഹത്വവും ജ്ഞാനവും അത്യുച്ചത്തിൽ. അത്യുച്ചത്തിൽ ഒരു ശബ്ദം കേൾക്കാം, മഹത്വവും ജ്ഞാനവും കുഞ്ഞാടിന്. അത്യുച്ചത്തിൽ ഒരു ശബ്ദം കേൾക്കാം, മഹത്വവും ജ്ഞാനവും. യോഗ്യൻ യേശു മാത്രമേ, മഹത്വം നിനക്കു മാത്രമേ. യോഗ്യൻ യേശു മാത്രമേ, മഹത്വം നിനക്കു മാത്രമേ. വാഴ്ത്തുക വാഴ്ത്തുക യേശുവിന്റെ നാമം വാഴ്ത്തുക, ഉയർത്തുക ഉയർത്തുക യേശുവിന്റെ നാമം ഉയർത്തുക. വാഴ്ത്തുക വാഴ്ത്തുക യേശുവിന്റെ നാമം വാഴ്ത്തുക, ഉയർത്തുക ഉയർത്തുക യേശുവിന്റെ നാമം ഉയർത്തുക. വാഴ്ത്തുക വാഴ്ത്തുക യേശുവിന്റെ നാമം വാഴ്ത്തുക, ഉയർത്തുക ഉയർത്തുക യേശുവിന്റെ നാമം ഉയർത്തുക. രണ്ട് കരകളും ഉയർത്തി അടിച്ച് കർത്താവിനെ സ്തുതിക്കാം. ആമേൻ. ഉറക്കെ ആമേൻ പറ. താങ്ക് യു ജീസസ്. ആരാധ്യൻ ആരാധ്യൻ സർവസ്വർവ ഭൂമികൾക്കും ആരാധ്യൻ. ആ കണ്ണുകളടച്ചൊന്ന് പറഞ്ഞേ, ആരാധ്യൻ ആരാധ്യൻ സർവസ്വർഗ ഭൂമികൾക്കും. ഒന്നും കൂടെ, ആരാധ്യൻ ആരാധ്യൻ സർവസ്വർഗ ഭൂമികൾക്കും. പുസ്തകം തുറപ്പാനും മുദ്ര പൊട്ടിപ്പാനും യോഗ്യനാ യോഗ്യനാ. പുസ്തകം തുറപ്പാനും യോഗ്യനാ. കരമുയർത്തി സ്വർഗത്തിൽ കേൾക്കുന്ന ശബ്ദമിത്, സ്വർഗത്തിൽ കേൾക്കുന്ന ശബ്ദമിത്. സിംഹാസനത്തിന്റെ നടുവിലും മൂപ്പന്മാരുടെ നടുവിലും, സിംഹാസനത്തിന്റെ നടുവിലും മൂപ്പന്മാരുടെ നടുവിലും. എന്നെ കൂടെ ഉറക്കെ പറഞ്ഞ്, കാണാമൊരു കുഞ്ഞാടിനെ, അറുക്കപ്പെട്ട കുഞ്ഞാടിനെ. കാണാമൊരു കുഞ്ഞാടിനെ, അറുക്കപ്പെട്ട കുഞ്ഞാടിനെ. വാഴ്ത്തുക വാഴ്ത്തുക യേശുവിന്റെ നാമം വാഴ്ത്തുക, ഉയർത്തുക ഉയർത്തുക യേശുവിന്റെ നാമം. ആ കൈകളൊന്ന് ഉയർത്തി അടിച്ച് കർത്താവിനെ സ്തുതിച്ച് അല്പനേരം അന്യഭാഷയിൽ ആരാധിച്ച് Wonderful Jesus, wonderful Jesus. അടുത്തിരിക്കുന്ന ഒന്ന് രണ്ട് പേരോട് പറഞ്ഞേ ഹാപ്പി ഈസ്റ്റർ. ഇരിക്കാൻ നമുക്ക് ഒന്ന് രണ്ട് സാക്ഷ്യങ്ങൾ നമുക്ക് കേൾക്കാം. കഴിഞ്ഞ ആഴ്ചകളിൽ നമ്മുടെ ഇടയിൽ ദൈവം ചെയ്ത പ്രവർത്തികളെ കേൾക്കാം. വേഗത്തിൽ അതിനായിട്ട് ഒരുങ്ങിയാട്ടെ. ബ്രദറെ, ഈ സിസ്റ്ററിൻ്റെ പേര് ഗീതു എന്നാണ്. വെണ്ണിയൂർ എന്ന സ്ഥലത്തു നിന്നാണ് കടന്നു വരുന്നത്. നമ്മുടെ ചർച്ചിലെ അനുഗ്രഹിക്കപ്പെട്ട വർഷിപ്പ് ലീഡേഴ്സാണ് രണ്ടുപേരും നല്ല മിടുക്കരാണ്. സന്തോഷമുള്ളൊരു കയ്യടി കൊടുത്തവർക്ക്. ആമേൻ. 2-3 ആഴ്ചകൾക്ക് മുന്നേ ഗീതുവിൻ്റെ നടുവിൽ മസിൽസ് എല്ലാം കൺട്രാക്ട് ചെയ്ത് ഭയങ്കര അതികഠിനമായിട്ടുള്ളൊരു വേദന വന്നു. ഡോക്ടേഴ്സിനെ കാണിച്ചപ്പോൾ 2 വീലർ ഓടിക്കുന്നത് കൊണ്ടാണ്, റെസ്റ്റ് എടുത്താലേ മാറുള്ളൂ എന്ന് പറഞ്ഞു. ഒന്ന് അനങ്ങാൻ പോലും പറ്റത്തില്ലായിരുന്നു, സ്വന്തം കാര്യങ്ങൾ പോലും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. അങ്ങനെ ജോൺ ബ്രദറിനെ കണ്ട് പ്രാർത്ഥിച്ചു. അത് അപ്പോൾ തന്നെ മാറിപ്പോയി. പക്ഷേ 2 ദിവസം കഴിഞ്ഞ് വീണ്ടും വെയിറ്റ് എടുത്തപ്പോൾ വീണ്ടും ആ വേദന വന്നു. പക്ഷേ ഗീതു വിശ്വസിച്ചു, അഭിഷിക്തൻ്റെ പ്രാർത്ഥന വെറുതെയല്ല, എന്നെ സൗഖ്യമാക്കിയത് എൻ്റെ കർത്താവാണ്. അതുകൊണ്ട് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ തന്നെ ആ വന്ന വേദന മാറിപ്പോയെന്നാണ് ഗീതു സാക്ഷ്യപ്പെടുത്തുന്നത്.
ഗീതു എന്തുവായിരുന്നു? മസിലിനായിരുന്നോ പ്രശ്നം, വാരിയലിനാണോ പ്രശ്നം? ഇവിടെ വാരിയിട്ടുണ്ട് ഈ മസിൽസ് എന്തുവായിരുന്നു? എന്നോട് പറഞ്ഞു എന്തോ ഒട്ടിപ്പോയെന്നോ എന്തൊക്കെ പറഞ്ഞായിരുന്നു. അത് സാധാരണ നടു ചെറിയൊരു വളഞ്ഞ ഒരു ഷേപ്പാണ്. പക്ഷേ ഇതെല്ലാം അതായത് നമ്മുടെ വാരിയലിനൊരു വളഞ്ഞ ഷേപ്പാണ്. നമ്മൾ ഒരു ചെറിയൊരു വളഞ്ഞ ഷേപ്പ്. പക്ഷേ ഇത് വന്നിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് എല്ലാ മസിൽസും വരിഞ്ഞു പിടിച്ചിട്ട് ഡോക്ടറിനെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത്ര ചെറുപ്രായത്തിൽ ഇങ്ങനെ വരേണ്ട സമയമായില്ല, എന്ത് സമയമായ അങ്ങനെയൊക്കെ വരും. അങ്ങനെ പിന്നെ എന്ത് പറ്റി ഇങ്ങനെ? അപ്പോൾ നമ്മൾ പറയുന്നത് പ്രത്യേകിച്ച് അതായത് നട്ടെല്ലിന്റെ ചേർന്നിരിക്കുന്ന മസില് അതെ എന്ത് സംഭവിച്ചു? മസിൽസ് എല്ലാം കൂടെ വരിഞ്ഞു പിടിച്ച് എല്ലാ മസിൽസും കൂടെ ടൈറ്റ് ആയി ഇരിക്കുന്ന ഒരു അവസ്ഥ. ഡോക്ടർ അതിന് എന്തോ ഒരു സൊല്യൂഷൻ പറഞ്ഞു? ഡോക്ടർ പറഞ്ഞു ദൂരയാത്രകളൊന്നും പോകരുത്, റെസ്റ്റ് എടുക്കണം, വെയിറ്റ് ഉള്ള ഒന്നും എടുക്കരുത്, ഇത് റെസ്റ്റ് എടുത്താലേ മാറത്തുള്ളൂ. പക്ഷേ ബ്രദറിനെ കണ്ട് പ്രാർത്ഥിച്ച ആ നിമിഷം ഈ വേദന വിട്ടുമാറി. 2 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പിന്നെ പറഞ്ഞു, ഇവള് പറഞ്ഞ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. ഇവളെന്നോട് പറഞ്ഞു ബ്രദറെ പറഞ്ഞ് ഇവളെ വീട്ടിൽ ചെന്നപ്പോൾ 2 ദിവസം കഴിയുമ്പോൾ വീണ്ടും വന്നു. പക്ഷെ ഇവള് പറഞ്ഞു എൻ്റെ ഈശോനെ സൗഖ്യമാക്കിയോ തിരിച്ചു വരത്തില്ല. നമ്മുടെ പിള്ളേരാ കല്യാണമൊക്കെ കഴിച്ചേ ഉള്ളൂ. ഒന്ന് കയ്യടി കൊടുത്തേ കർത്താവിന് സ്തോത്രം പറഞ്ഞേ. എന്തൊരു സന്തോഷമുള്ള കാര്യമല്ലേ? വണ്ടർഫുൾ ചെയ്സ്. അന്ന് തന്നെ വീണ്ടും മോളെ പറയടി. അന്ന് തന്നെ. ഇപ്പൊ നിനക്ക് നടുവിന് ആ ഒരു പ്രശ്നമില്ല, മെഡിക്കായിരിക്കുവോ? ഇവൾക്ക് ഇന്ന് കർത്താവ് സൗഖ്യം കൊടുക്കും. താങ്ക് യു. പക്ഷെ ഒരു പ്രശ്നം അകപ്പെടുമ്പോൾ ഡോക്ടർ ഒന്ന് തലയിൽ കൂടെ എന്തോ വരരുത്. ആദ്യം വരേണ്ടത് ദൈവം സൗഖ്യമാക്കും. ഒരു ആമേൻ പറഞ്ഞേ. എന്തോ ഡോക്ടർ പറഞ്ഞേ? എല്ലുകളെല്ലാം ഞെരുങ്ങിയിരിക്കുന്ന പറഞ്ഞേ. എല്ലുകൾ ഞെരുങ്ങിയിരിക്കുക. സാധാരണ സ്ട്രെയിറ്റ് ആയിട്ടായിരിക്കുന്നത്, എൻ്റെത് ഞെരുങ്ങിയിട്ടായിരിക്കുന്നത്. സാധാരണ ഈ നടുവിൽ ഈ ഭാഗത്ത് എല്ല് ചെറിയൊരു വളവ് കാണും. ഇതെല്ലാം കൂടെ മസിലെല്ലാം കൂടെ വരിഞ്ഞു പിടിച്ചിട്ട് സ്ട്രെയിറ്റ് ആയിട്ടായിരിക്കുന്നത്. അങ്ങനെ കൂടുതൽ ലോങ് യാത്രകളോ ബൈക്ക് യാത്രയോ ഒന്നും പോകരുത് അങ്ങനെ പറഞ്ഞായിരുന്നു. ജോലികളൊന്നും ചെയ്യാൻ പറ്റും. അത് ഇന്നലെ വരെയുള്ള കാര്യമോ? ടുഡേ യു ആർ റിസീവിങ് ഹീലിംഗ്. നിങ്ങൾ ആ കരവ് ഉയർത്തിക്കുക. എവിടെയാ സ്ഥലം? ഏതാ സ്ഥലവും തൊട്ട് കാണിച്ചേടി മോളെ. അവിടെ കൈവയ്ക്കും. നിങ്ങളെ കരവ് ഉയർത്തിക്കുക. എല്ലാവരും എഴുന്നേറ്റ് തോന്നേ. യേശുവിൻ്റെ നാമത്തിൽ ഈ അസ്ഥികൾ നോർമലായി വളഞ്ഞിരിക്കുന്നത് പോലെ ഈ അസ്ഥികൾ നോർമലായിരിക്കട്ടെ. താങ്ക് യു ജീസസ്. ഇപ്പോൾ അത് മുതൽ നോർമലായി വളഞ്ഞിരിക്കട്ടെ. നൗ ലോർഡ്, ഇപ്പോൾ അത് സൗഖ്യമാകട്ടെ. ഇവൾക്ക് ഇവിടെയുള്ള വേദന അങ്ങ് പരിപൂർണമായിട്ട് സൗഖ്യമാകട്ടെ. ഇവിടെയുള്ള വേദന അങ്ങ് പരിപൂർണമായിട്ട് സൗഖ്യമാകട്ടെ. മസിലുകൾ നോർമലാകട്ടെ. നിനക്ക് എന്താ മോളെ ചെയ്യാൻ പറ്റാത്തത്? കുനിഞ്ഞു വരെ ചെയ്യടേ. 2 മിനിറ്റ് ഒന്ന് കുനിഞ്ഞു തന്നെ നീ നോക്കട്ടെ. ഞാനൊന്ന് വേദന വല്ലതും വരുന്നെങ്കിൽ പറയടേ. ഉറപ്പാന്നോ? സോളി എൻ്റെ മേളിലോട്ടൊന്ന് കയറിയിക്കടേ ഉള്ളേ. എന്നോട് വന്ന് അവള് പറയുമ്പോ ഇവിടെ തൊട വെക്കത്തില്ല അവൾക്ക്. അങ്ങനെ കണ്ടില്ലായിരുന്നു. ഇവിടെ ഇങ്ങനെ തൊട വെക്കത്തില്ല. തൊട്ട ഒന്നും ചെയ്യാൻ എനിക്ക് പറ്റൂല. എന്റെ കാര്യം പോലും എനിക്ക് നോക്കാൻ പറ്റൂല. അത്രയ്ക്ക് വേദനയായിരുന്നു. നിന്റെ കാര്യം എന്ത് നോക്കാൻ പറ്റത്തില്ല? എനിക്ക് കിടക്കാൻ പറ്റൂല. വെള്ളം പോലും എനിക്ക് എടുക്കാൻ പറ്റും. ഇതിനാണ് വെള്ളമൊക്കെ തന്നെ. സത്യം വന്നടി. നടക്കാൻ പറ്റില്ല. ഇപ്പൊ പറ്റിയ പഞ്ചാരെങ്കിലും പറയേണ്ട സമയം. മിണ്ടാതിരിക്കും നോക്ക്. നീ അന്നോടെ വെള്ളം കൊടുത്തേ. എന്തൊക്കെ നീ ചെയ്തു കൊടുത്തു കേക്കട്ടെ. നീ ഭർത്താവ് അവളെ കൊള്ളാവുന്ന ക്വാളിറ്റി ഉണ്ടോ നിങ്ങളൊന്ന് പറയട്ടെ. എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെയാണ് നോക്കി. എല്ലാ കാര്യം ചെയ്തു. സത്യമാണോ? സത്യം. അന്നൊരു നല്ല കൈയടിയ ചെറുക്കന് കൊടുത്തേ. വണ്ടർഫുൾ, വണ്ടർഫുൾ. കർത്താവ് കൊടുക്കുന്ന സൗഖ്യത്തിന് നന്ദി പറഞ്ഞു. ഒരു എഴുന്നേറ്റ് വന്നിട്ട് നല്ലൊരു കൈയടി കൊടുക്കാം. നമുക്ക് ഒരു കാര്യങ്ങളും നമുക്ക് ആർക്കും ചെയ്യാൻ കഴിയത്തില്ല. ചെയ്യാൻ കഴിയുന്ന ഒരുവനുണ്ട്. അവൻ്റെ പേര് യേശു എന്നാണ്. അവനിൽ വിശ്വസിക്കുന്ന ഒരു നാളും ലജ്ജിച്ചു പോകത്തില്ല. അവരുടെ മുഖം പ്രകാശിതമായിക്കൊണ്ടേയിരിക്കും. വണ്ടർഫുൾ ജീസസ്. താങ്ക് യു ഗീതു. താങ്ക് യു മോനെ. വാ. എന്നെ നന്നായി അറിയുന്നവൻ എൻ്റെ സ്വർഗീയ നല്ല പിതാവ്. ബ്രദറെ, ഈ സിസ്റ്ററിൻ്റെ പേര് ലളിത. തമലം എന്ന സ്ഥലത്തു നിന്നാണ് സിസ്റ്റർ കടന്നു വരുന്നത്. കർത്താവ് ചെയ്ത ഒരു കൂട്ടം സാക്ഷ്യത്തെയാണ് ഈ സിസ്റ്റർ ഇന്ന് സാക്ഷ്യപ്പെടുത്തുന്നത്.
സിസ്റ്ററിൻ്റെ മുട്ടിൻ്റെ ചിരട്ടയുടെ അടിവശത്ത് നീരും വേദനയും ഉണ്ടായിരുന്നു. ഒരു മാസത്തോളം മുട്ടിന്റെ ചിരട്ടയുടെ അടിവശത്ത്. അതെങ്ങനെ ഇവർക്ക് മനസ്സിലായി? മുട്ടിന്റെ ചിരട്ടയുടെ അടിവശത്ത്, മുട്ടിന്റെ ചിരട്ട ഇതാണ്, ഇതിന്റെ അടിവശത്ത് ആണോ? ഓ ഓ അവിടെയാണ്. ഞാൻ വിചാരിച്ചു ചിരട്ടയുടെ അടിവശം എന്ന് പറയുമ്പോൾ അതെങ്ങനെ പിടികിട്ടുമെന്നാണ്. നിങ്ങൾക്ക് മനസ്സിലായോ ചിരട്ടയുടെ അടിവശം അതാണ് എന്ന് പറഞ്ഞ അമ്മയുടെ കാലിന്റെ പുറകുവശത്ത് അല്ലേ? ഓക്കെ, ശരി. ഒരു മാസമായിട്ട് ഈ വേദന ഉണ്ടായിരുന്നു. മരുന്ന് കഴിച്ചിട്ട് യാതൊരുവിധ വ്യത്യാസം ഉണ്ടായില്ല. കഴിഞ്ഞ ആഴ്ച സോളി സിസ്റ്ററിനെ കണ്ട് പ്രാർത്ഥിച്ചു. അപ്പോൾ തന്നെ അത് മാറിപ്പോയെന്നാണ് സിസ്റ്റർ സാക്ഷ്യപ്പെടുത്തുന്നത്. God is working. Bless you. സന്തോഷമായിട്ട്. ഇനിയുണ്ട്, ഒരെണ്ണം കൂടെ ഉണ്ട്, രണ്ടെണ്ണം കൂടെ ഉണ്ട്. രണ്ടാമത്തെ സാക്ഷ്യം കൊച്ചുമകൾക്ക് വേണ്ടിയാണ്. കൊച്ചുമകൾ ആര്യയ്ക്ക് വിവാഹാലോചന ഒന്നും തന്നെ നടക്കുന്നുണ്ടായിരുന്നില്ല. സിസ്റ്റർ ആകെ വിഷമത്തിലായിരുന്നു. നിശ്ചയിച്ച ഒരു വിവാഹം മുടങ്ങിപ്പോയി. അങ്ങനെ ഇരിക്കുമ്പോൾ സോളി സിസ്റ്ററിനെ കണ്ട് വിഷമം പറഞ്ഞു. സിസ്റ്റർ പ്രാർത്ഥിച്ചു, അനുഗ്രഹിച്ചു വിട്ടു. അപ്പോൾ ഈ അമ്മ ഇങ്ങനെ ആഗ്രഹിച്ചു, എൻ്റെ കൊച്ചുമകൾക്ക് ജോൺ ബ്രദറിൻ്റെ ഫാമിലിയെ പോലെ ഒരു ഫാമിലി വേണം. അതുവരെ വന്നിരുന്ന ആലോചനയൊന്നും ക്രിസ്തുമതത്തിൽ നിന്നായിരുന്നില്ല. അപ്പോൾ അമ്മ ആഗ്രഹിച്ചു, എനിക്കൊരു ക്രിസ്ത്യാനിയെ തന്നെ വേണം, ഒരു സുന്ദരൻ ചെറുക്കനെ തന്നെ കൊച്ചുമോനായിട്ട് വേണമെന്ന്. അമ്മ ആഗ്രഹിച്ചതുപോലെ അമ്മ സാക്ഷ്യപ്പെടുത്തുന്നത് അതുപോലെ നല്ലൊരു ഫാമിലിയിൽ നിന്ന് ഒരു സുന്ദരൻ ചെറുക്കനെ കൊടുത്ത് ദൈവം അനുഗ്രഹിച്ചു എന്നാണ്. ജൂലൈ 6 വിവാഹമാണ്. വണ്ടർഫുൾ. ബ്ലെസ് യു. വിവാഹ സന്തോഷമുള്ള കാര്യമാണ്. മൂന്നാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് അമ്മയുടെ വീട്ടിലെ ഭിത്തിയിലിടിച്ച അമ്മയുടെ വായിലെ പല്ലുകളെല്ലാം അകത്തോട്ട് പോയി. ഭിത്തി കൊണ്ടിടിച്ചോ? എന്ത് ഭിത്തിയായിട്ട് എന്ത് പ്രശ്നം വരുന്നു? പടിയുണ്ട്, 2 പടിയിൽ നിന്ന് കാല് തന്നെ വീണത്. ഞാൻ വിചാരിച്ചു വിദ്യയോട് വല്ല വിരോധം ഉണ്ടായിട്ട് പോയി ഇടിച്ചോന്ന് വിചാരിച്ചു. അങ്ങനെയല്ല, കാല് തട്ടിയിട്ട് വീണതാ കേട്ടോ. പല്ലെല്ലാം പോയി. എങ്ങനെയാ? അകത്തോട്ട് പോയി. അപ്പം അമ്മയ്ക്ക് സംസാരിക്കാൻ അങ്ങനെ ഇവിടെ ഇരുന്നപ്പം ജസ്റ്റിൻ ബ്രദർ ഇവിടെ പാട്ടുപാടി ആരാധിച്ചുകൊണ്ടിരുന്നപ്പം പറഞ്ഞു, ഇപ്പം ചിലർ ഞാൻ എപ്പോഴും മാസ്ക് വെച്ചോണ്ടേ വരുള്ളൂ, ഇത് കാണുമ്പം തന്നെ ഒരു വൃത്തിയായിട്ട് പല്ല് അകത്തോട്ടിരിക്കുവായിരുന്നു. അകത്തോട്ട് ഈ മോണെല്ലാം പോയി ഈ കവിളിൽ പല്ല് തട്ടി മുറിഞ്ഞ് ആഹാരമൊന്നും കഴിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇവിടെ ജസ്റ്റിൻ നിങ്ങൾക്ക് വല്ലതും മനസ്സിലാവുന്നുണ്ടോ? ഇടിയുടെ ആഘാതത്തിൽ ഇതെല്ലാം കൂടെ അകത്തോട്ട് പോയി പല്ല് ഞെരുങ്ങി കവിളിനകത്ത് പല്ല് മുട്ടിയിട്ട് ആഹാരം കഴിക്കാൻ ഒക്കത്തില്ല. കുഞ്ഞു കാര്യമാണ്, ചെറിയൊരു കാര്യം. അങ്ങനെ ഇവിടെ ബ്രദർ പാട്ടുപാടി ആരാധിച്ചുകൊണ്ടിരുന്നപ്പം പറഞ്ഞ്, കർത്താവ് ഇവിടെ ചിലരെ അടുത്ത് നിൽക്കുകയാണ്, ഇപ്പൊ എന്ത് ചോദിച്ചാലും തരുന്നതാണ്. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോ വായിക്കകത്ത് എന്തോ ക്ലിക്കനൊരു സൗണ്ട് കേട്ട്, വായിക്കകത്ത് ടിക്കുന്നൊരു ശബ്ദം കേട്ടു. പിന്നെ ഞാൻ മാസ്ക് ഒരു നോക്കണം, പല്ലല്ലേ സ്ഥാനത്ത്. ഓ ഭയങ്കരമാണ്. ഒന്ന് എഴുന്നേറ്റ് വന്നിട്ട് നല്ല കൈയടി കൊടുത്തേ. അകത്തിരുന്ന പല്ല് മാസ്ക് ഊരി നോക്കിയപ്പോൾ ടിക്കുന്ന ശബ്ദം കേട്ടപ്പോൾ എല്ലാം നേരെയിരിക്കുന്നു. God is working. ഒരു നല്ല കൈയടി കൊടുത്ത. ഇതിനാണ് ഇത്ര സന്തോഷമുള്ളത്. എന്നെ ജോയ് ചെയ്യാലേ. എന്നെ നന്നായി അറിയുന്നവൻ എൻ്റെ സ്വർഗീയ നല്ല പിതാവ്. ഈ ചേച്ചിക്ക് അമ്മയ്ക്ക് കൊടുത്ത അത്ഭുതങ്ങൾക്ക് നന്ദി പറഞ്ഞേ. കർത്താവ് ചെയ്ത അത്ഭുതങ്ങൾക്ക് നന്ദി അപ്പ. താങ്ക് യു. എന്തോ പച്ചാ പറഞ്ഞേട്ടെ. ഈ ബ്രദറിൻ്റെ പേര് ജയകുമാർ എന്നാണ്. ബ്രദറിന് 65 വയസ്സുണ്ട്. കരമന എന്ന സ്ഥലത്തു നിന്നാണ് കടന്നു വരുന്നത്. ആദ്യമായിട്ടാണ് നമ്മുടെ ചർച്ചിലേക്ക് സാക്ഷ്യത്തിനായിട്ടാണ് കടന്നു വരുന്നത്. നമ്മുടെ കോൾ സെൻറ്ററിൽ വിളിച്ച് അപ്പച്ചന് TBയുടെ അസുഖം ഉണ്ടായിരുന്നു. 6 മാസമായിട്ട് കിടപ്പിലായിരുന്നു. നമ്മുടെ കോൾ സെൻറ്ററിൽ വിളിച്ച് പ്രാർത്ഥിച്ചു. TB പൂർണ്ണമായി മാറിപ്പോയെന്നാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. TB മാറി നെഗറ്റീവ് ആയതിൻ്റെ റിസൾട്ടാണ്. അത് സന്തോഷമുള്ള കാര്യമാണല്ലോ. TB മാറിയതിൻ്റെ നെഗറ്റീവ് റിസൾട്ടുമായിട്ട് അപ്പച്ചൻ വന്നിട്ടുള്ളത്. താങ്ക് യു വെരി മച്ച്. ഇത് വലിയ കാര്യം അപ്പച്ച. കർത്താവ് ചെയ്ത അത്ഭുതങ്ങൾക്ക് നന്ദി. അപ്പച്ചൻ ആരോഗ്യവും വർധനവും തരട്ടെ. നമുക്കൊരു നിമിഷം ഒരു വാക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അപ്പച്ചൻ സാക്ഷ്യം പറയാനായിട്ടാണ് ആദ്യം വന്നത്. നീ കൊടുത്ത സൗഖ്യത്തിന് നന്ദി അപ്പ. സന്തോഷമെടുപ്പേ. യേശു തരുന്ന നന്മകൾക്ക് എത്ര നന്ദി പറഞ്ഞാൽ പറ്റൂല്ലേ? വണ്ടർഫുൾ. ഇന്ന് ഈസ്റ്റർ ഞായറാഴ്ചയാണ്. ഞാൻ കഴിഞ്ഞ ആഴ്ച പഠിപ്പിച്ചത് കണ്ടിന്യൂസ് പഠിപ്പിക്കാൻ എനിക്ക് ആഗ്രഹം. കഴിഞ്ഞ ആഴ്ച സോളിയൊക്കെ അത് പഠിപ്പിച്ച് കാണും. പക്ഷേ ഇന്ന് കുറച്ച് ചെറിയൊരു ചിന്ത പങ്കുവയ്ക്കാൻ ആ ഹൃദയത്തിൽ കർത്താവിൻ്റെ താല്പര്യം. സോ ഇറ്റ്സ് ഗോയിങ് ടു ചേഞ്ച് യു.
ഡു യു ബിലീവ്? നിങ്ങൾ വിശ്വസിക്കുന്നു ഇന്നത്തെ ചിന്ത നിങ്ങളുടെ ലൈഫിനെ മുഴുവൻ മാറ്റാൻ പോവാം? വിൽ യു പ്ലീസ് സ്റ്റാൻഡ് അപ്പ്? അടുത്തിരിക്കുന്ന ആളെ കൈ കൊടുത്തിട്ട് പറഞ്ഞേ, യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞേ. വേറെ ആളോട് പറഞ്ഞേ, ലവ് യു ബ്രദർ എന്ന് പറഞ്ഞേ. ഞാൻ ഈ ദൈവദിനത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യം പറയട്ടെ. ദൈവരാജ്യം എന്ന് പറയുന്നത് ഭക്ഷണമല്ല, പാനീയമല്ല, പിന്നെ എന്നാന്നാ പറഞ്ഞേ? അടുത്ത വാചകം പറഞ്ഞേ, സമാധാനമാണ്, പരിശുദ്ധാത്മാവിലുള്ള സന്തോഷമാണ്. ദൈവരാജ്യം എന്ന് പറയുന്നത് എന്തല്ല? ഭക്ഷണമല്ല, പാനീയമല്ല, പിന്നെ എന്താണ്? ദിവസം പറയുക, നീതിയാണ്, സമാധാനമാണ്, പരിശുദ്ധാത്മാവിലുള്ള സന്തോഷമാണ്. അപ്പോൾ ദൈവരാജ്യം ഈസിക്കൽ ടു എന്ന് പറഞ്ഞ് ദൈവരാജ്യം സമം, എല്ലാവരും പറഞ്ഞ് ദൈവരാജ്യം സമം എന്താണ്? നീതിയാണ്. എനിക്കൊരിക്കലും ഇത് മനസ്സിലായിട്ട് പോലും ഇല്ല. പലപ്പോഴും ചിന്തി, എന്താ ദൈവം ഉദ്ദേശിക്കുന്നത്? എന്താ ഈ വചനത്തിൽ ഇങ്ങനെ പറയുന്നതിന് അർത്ഥം എന്തുവാ? ഞാൻ നല്ല പ്രസംഗിക്കാൻ പോകുന്ന ഒരു എൻകറേജിങ് വേർഡ് പറഞ്ഞിട്ട് പ്രസംഗിക്കാതെ ഒന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. അപ്പോൾ സത്യത്തിൽ ദൈവരാജ്യത്തെ മനസ്സിലാക്കണമെങ്കിൽ വാസ്തവത്തിൽ നീതിയെ മനസ്സിലാക്കണം. ദൈവരാജ്യ സമം എന്താണ്? നീതിയാണ്. അപ്പോൾ നീതി മനസ്സിലായില്ലെങ്കിൽ ദൈവരാജ്യം മനസ്സിലാവത്തില്ല. റൈറ്റ് ആണോ അല്ലയോ? നിങ്ങൾ ക്ഷീണിച്ചാണോ ഇരിക്കുന്നത്? ഞാൻ ഇന്ന് ലൈഫിൽ ഏറ്റവും ഉറങ്ങാതിരിക്കുന്ന ഞായറാഴ്ചയാണ്. ഞാൻ ഉറങ്ങിയത് 5:30-ക്കാണ്. 6:45 എഴുന്നേറ്റു. ഒരു ക്ഷീണമില്ലാതെ നിൽക്കുന്നേ. എനിക്കൊരു കാര്യം അറിയാം, എന്തൊക്കെയാണ് നടക്കാൻ പോവുക. ഉറങ്ങിയിട്ടേ ഇല്ല. 2:30 ചെന്ന് കിടക്കാൻ പോയി. പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു പോയിരുന്ന് പ്രാർത്ഥിക്കാൻ. ഞാൻ വിചാരിച്ചു ഇന്ന് നടക്കാൻ പോകുന്ന എന്തൊക്കെയോ കാര്യം പറയാനായിരിക്കും കർത്താവ് വിളിച്ചതെന്ന്. ചർച്ചിലെ കാര്യമല്ല പറയാനുള്ളത്, വേറെന്തൊക്കെയാ കഥ പറഞ്ഞുകൊണ്ടിരുന്നു. അതിപ്പോൾ പറയാനൊക്കത്തില്ല, അതുകൊണ്ടാണ്. പക്ഷേ ഇറ്റ്സ് ചേഞ്ച് മൈ ലൈഫ്. എനിക്ക് ഉറക്കം വന്നപ്പോൾ, അല്ലെ ക്ഷീണം വന്നപ്പോൾ ഞാൻ പറഞ്ഞു, കർത്താവ് ഞാൻ നാളെ എങ്ങനെ പ്രസംഗിക്കും? ഇത് ഭയങ്കര ചൂടായിപ്പോൾ അവിടെ. പ്രത്യേകിച്ച് അഞ്ജലി പോകാൻ എനിക്ക് ഭയങ്കര മടിയാണ്, ഭയങ്കര ചൂടാണ് അവിടെ. പരിശുദ്ധാത്മാവിനോട് എന്താ പറഞ്ഞെന്ന് പറയും, നിനക്ക് ഒരു ക്ഷീണമൊന്നും ഉണ്ടാവത്തില്ല. I feel full of energy today. എനിക്കൊരു കാര്യം മനസ്സിലായി, നമ്മുടെ ഈ സിസ്റ്റത്തേക്കാൾ വലുത് അവിടുത്തെ സിസ്റ്റം നമ്മുടെ ശരീരത്തിൽ നിന്ന് ചലിച്ചാൽ മതി. പറയുമ്പോൾ എനിക്ക് സങ്കടം വരുന്നുണ്ടാണ് വിൽക്കുന്നത് കേട്ടോ. ഐ നോ ദ പ്രസൻസ് ഓഫ് ഗാഡ് ഈസ് ഹിയർ വെരി വെരി പവർഫുള്ളി. 2:30-ക്ക് ശേഷം ഞാനിരുന്ന് പ്രാർത്ഥിക്കുക. സോളി വിചാരിച്ച് ഞാൻ കിടന്ന് ഉറങ്ങിപ്പോയത്. ഉറങ്ങിയെന്ന് നോക്കാൻ വേണ്ടി വാതിൽ വന്നപ്പോൾ ഞാനിരുന്ന് പ്രാർത്ഥിക്കുക. അവളും കൂടി. എനിക്ക് തോന്നുന്നു 3:30 മുതൽ ഒരു 4:30 വരെ സോളി എൻ്റെ കൂടി ഇരുന്നു. ഈ വരുന്ന വർഷങ്ങളിൽ ഇന്ത്യയിൽ നടക്കാൻ പോകുന്ന ഒത്തിരി കാര്യങ്ങൾ എന്നോട് സംസാരിച്ചു കർത്താവ്. നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറത്ത് എന്തൊക്കെ സംഭവിക്കാൻ പോവുക. അസാധാരണമായ എന്തോ കാര്യം ജീസസ് വേൾഡിനെ കുറിച്ച് ദൈവം പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ആരും പുറകോട്ടല്ല പോകാൻ പോകുന്നത്, അസാധാരണത്വത്തിലേക്ക് കടക്കാൻ പോവുക. Receive that presence now. Ranganano solo coroni ando. Shalkarani ando. ഞാൻ ഈ പ്രസൻസ് അനുഭവിക്കുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്നൊരു പ്രത്യേകത പറയാം. നിങ്ങളുടെ ശരീരത്തിൽ വിറയിലുണ്ടാവും. ഈ ഞായറാഴ്ച അഞ്ചല്ല ചർച്ചിലെ ആളുകൾ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വിറയ്ക്കുന്നു. തിരുവനന്തപുരം എറണാകുളം ചർച്ചിലല്ലോ, ദുബായ് ചർച്ചിലെ ആളുകൾ നിങ്ങൾ ശരീരം വിറയ്ക്കുന്ന പോലെയും കിടുങ്ങുന്ന പോലെയും തോന്നുന്ന കരയോർത്തേക്ക് ഈ ആഴ്ചകളിൽ തുടങ്ങിയൊരു അസുഖമാണ് എന്ന് പറഞ്ഞാൽ, ഞാൻ എവിടെ പോയി നിന്നാലും ആ സ്റ്റേജിൽ നിൽക്കുമ്പോൾ തന്നെ ആ നിൽക്കുന്ന ഹോളിൽ നിൽക്കുന്ന ആളുകളിലെല്ലാം ഉള്ളിലേക്ക് ഒരു വിറയിൽ വരും. സംതിങ് സൂപ്പർ നാച്ചുറൽ ഈസ് ഗോയിങ് ഓൺ. നിങ്ങളുടെ മേൽ വ്യാപരിക്കുന്ന ഇതുവരെ ഇല്ലാത്തൊരു അഭിഷേകമാണ്, ഇതുവരെ ഇല്ലാത്തൊരു സ്പിരിച്വൽ എക്സ്പീരിയൻസ് ആണ്. നിങ്ങളെ ദൈവം അടുത്തൊരു പ്രതലത്തിലേക്ക് കൊണ്ടുപോകാൻ പോകുന്നു. ഓക്കെ, അപ്പോൾ ദൈവരാജ്യം എന്ന് പറയുന്നത് എന്താണ്? നീതിയാണ്. അപ്പോൾ നീതിയെ മനസ്സിലാക്കുന്നില്ല എങ്കിൽ ദൈവരാജ്യത്തെ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല?
എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നില്ല. റൈറ്റ്? ഞാൻ ഒരിക്കൽ നിങ്ങളോട് പറഞ്ഞൊരു വാചകം ഓർമ്മയുണ്ടോ? 2014 കർത്താവിനോട് സംസാരിച്ചത്, മിറക്കിൾസ് ആർ നോർമൽ ബിക്കോസ് വി ആർ ഇൻ ദ കിങ്ഡം. നമ്മൾ ദൈവരാജ്യത്തിൽ അത്ഭുതങ്ങൾ സാധാരണമാണ്. എന്നിട്ട് പറഞ്ഞത് കാരണം എന്തുവാ? നമ്മൾ രാജ്യത്തിനകത്താണ്. അപ്പോൾ രാജ്യത്തിനകത്ത് എന്തൊക്കെ നന്മകളുണ്ടോ അതിനെ പരിപൂർണമായിട്ട് ഗ്രഹിക്കണമെങ്കിൽ രാജ്യത്തെ ഗ്രഹിച്ചാലേ ഒക്കത്തുള്ളൂ. രാജ്യത്തെ ഗ്രഹിക്കണമെങ്കിൽ നീതിയെ ഗ്രഹിച്ചേ ഒക്കത്തുള്ളൂ. കട്ടിയായിട്ട് നിങ്ങൾക്ക് തോന്നേണ്ട, വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്നാൽ എനിക്ക് മനസ്സിലായത്, ആരൊക്കെ രാജ്യത്തെ ഗ്രഹിക്കുന്നുവോ അവർ മിറക്കിളുകൾ അനുഭവിക്കാനായി തുടങ്ങും, അത്ഭുതങ്ങൾ അനുഭവിക്കാനായി തുടങ്ങും, രാജ്യത്തിൻ്റെ ബ്ലെസ്സിങ്ങുകളിലേക്ക് അവർ കയറാനായി തുടങ്ങും. ഞാൻ ഈസ്റ്റർ ഞായറാഴ്ച ചിലരെ നോക്കി ഒരു ദൂത് പറയട്ടെ, ഈ സീസൺ നിങ്ങൾക്കുള്ളതാണ്, ഈ സീസൺ നിങ്ങൾക്കുള്ളതാണ്, ഈ സീസൺ എനിക്കുള്ളതാണ്, ഇതെൻ്റെ സമയമാണ്. ഈ ഇടയ്ക്ക് ഞാൻ പഠിക്കുന്നൊരു സബ്ജക്റ്റാണ് റൈച്ചസ്നെസ്. ഹല്ലേലൂയ. ഞാൻ അതിനൊരു വാചകം പറയാം. ഐ ആം ദ എക്സ്പ്രഷൻ ഓഫ് ഗാഡ്സ് റൈച്ചസ്നെസ്. ഒന്ന് പറയാനോടുകൂടെ, ഐ ആം ദ എക്സ്പ്രഷൻ ഓഫ് ഗോഡ്സ് റൈച്ചസ്നെസ് എന്ന് പറഞ്ഞ ഞാൻ ദൈവത്തിൻ്റെ നീതിയുടെ പ്രദർശനമാണ്. ഒരു ഹല്ലേലൂയ പറയാവോ? നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. ഞാൻ ആ കാര്യത്തെക്കുറിച്ചൊരു വലിയ സബ്ജക്റ്റ് തന്നെ ഇപ്പോൾ എൻ്റെ തലയിലുണ്ട്. എന്ന് പ്രസംഗിക്കുമെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ എനിക്ക് നിങ്ങളെ പഠിപ്പിക്കണമെന്നുണ്ടത്. എനിക്ക് മനസ്സിലായി, ഒരാളുടെ അകത്ത് ഈ നീതിയുടെ എക്സ്പ്രഷനാണ് ഞാനെന്ന് മനസ്സിലാകാൻ തുടങ്ങിയാൽ നിങ്ങൾ അസാധാരണമായി ചിലത് ചെയ്യാനായി തുടങ്ങും. ബൈബിൾ പറയുന്ന ഏറ്റവും ഇഷ്ടമുള്ളൊരു വാചകം പറയട്ടെ, വി ആർ ദ പാർട്ടേക്കർ ഓഫ് ദ ഡിവൈൻ നേച്ചർ. ഞാൻ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളിയാ അല്ലേ? ഈ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളിയെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് എന്താ മനസ്സിലായിട്ടുള്ളത്? നമ്മുടെ മനസ്സിലാകലേ ഞാൻ പറയാം. ദിവ്യ എന്ന വാചകത്തിനെ നമ്മൾ ഡിവൈൻ എന്ന വാചകത്തെ നമ്മുടെ അകത്തേക്ക് കൊണ്ടുവന്നിട്ട് പറയും, ദൈവത്തിന് കൊല്ല ഡിവൈനായ സ്വഭാവമുണ്ട്, അതിൻ്റെ കൂട്ടാളികളാണ് നമ്മൾ. ദൈവത്തിന് ഡിവൈനായ സ്വഭാവം മാത്രമല്ല ഉള്ളത്. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ദൈവത്തിൻ്റെ എല്ലാ നേച്ചറിൻ്റെയും പങ്കാളിയാണ് ഞാൻ. ആമേൻ. ദൈവത്തിൻ്റെ ഒരു നേച്ചറാ ചിലത് ഉളവാക്കുക എന്നത്, അതിൻ്റെ പങ്കാളിയാണ് ഞാൻ. നീ എപ്പോഴാണ് ദൈവരാജ്യത്തിനകത്ത് ഞാൻ ആ പങ്കാളിത്തത്തിലാണ് ജീവിക്കുന്നതെന്ന് മനസ്സിലാകാൻ തുടങ്ങുന്നുവോ, നിങ്ങളുടെ സാഹചര്യത്തെ ഓർത്ത് നിങ്ങൾ കരയത്തില്ല, പകരം നിങ്ങൾ സാഹചര്യങ്ങളെ ഉണ്ടാക്കാൻ തുടങ്ങും. You can create your atmosphere. നിന്റെ അന്തരീക്ഷത്തെ നീ ഉണ്ടാക്കണം. നിങ്ങൾ അതിന് കൈയടിച്ചില്ല, ആമേൻ പറഞ്ഞില്ല. അടുത്തിരിക്കുന്നവരോട് പറ, നിന്റെ സാഹചര്യത്തെ നീ ഉളവാക്കണം. ഓ ഹല്ലേലൂയ. ചേർന്ന് കൈയടിച്ചു ആമേൻ പറ. കാരണം I am his expression of his righteousness. ഞാൻ അവൻ്റെ നീതിയുടെ പ്രകടനമാണ്. ഞാൻ അവൻ്റെ ദിവ്യ സ്വഭാവത്തിൻ്റെ ഉടമസ്ഥനാണ്. ഞാൻ അവൻ്റെ ഡിവൈൻ നേച്ചറിൻ്റെ പാർട്ടേക്കറാണ്. എനിക്ക് ചിലത് ചെയ്യാനായി കഴിയും. അയ്യോ ബ്രദറെ, ഇന്ന് ബ്രദറിനെ കാണാനിരിക്കും, എനിക്ക് ജോലി പോയി. ബ്രദറെ, ജോലിയെ ഉണ്ടാക്കും ബ്രദറെ. അതെങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കുന്നത്? നിന്റെ വായ ചിലതിനെ ഉളവാക്കുന്നത് ബ്രദറെ. നീ അത് പറഞ്ഞാൽ അത് ഉളവാകും ബ്രദറെ. ബിക്കോസ് യു ഹാവ് എ ഡിവൈൻ നേച്ചർ ബ്രദർ. നീ പറയുന്നതാ സംഭവിക്കുന്നേ. അടുത്തിരിക്കുന്ന 4 പേരോട് പറ, വാട്ട് എന്താണോ നീ പറയുന്നത് അതാ സംഭവിക്കുന്നത്. ഒന്ന് കൈകളടിച്ചൊരു ഹല്ലേലൂയ പറഞ്ഞേ. ഇത് നിന്റെ സീസണാണ്, ഇത് നിന്റെ സീസണാണ്, ഇത് നിന്റെ കാലഘട്ടമാണ്. ഹല്ലേലൂയ. ലോകത്തെ വരൾച്ചയല്ല നിന്നെ സ്വാധീനിക്കാൻ പോകുന്നത്, വരൾച്ചയെ നീ സ്വാധീനിക്കാൻ പോകുകയാണ്. ലോകം മുഴുവൻ മുങ്ങിച്ചാകുമ്പോ നോഹയുടെ കപ്പൽ കയറിക്കൊണ്ടിരിക്കുകയാണ്. ലോകം മുഴുവൻ വരണ്ട് നശിക്കുമ്പോ നോഹയുടെ കപ്പൽ ഉയർന്നുകൊണ്ടിരിക്കുക. ഏതാണ് ലോകത്തിന് പ്രശ്നം? അത് നിനക്ക് ഉയർച്ചയ്ക്ക് കാരണമാണ്. ലോകത്തിന്റെ പ്രശ്നമല്ല നിന്നെ ഭരിക്കാൻ പോകുന്നത്, അത് നിന്റെ ഉയർച്ചയ്ക്കാണ് കാരണമാകുന്നത്. This is your season. This is your time. Thank you very much. ഇരിക്കാം നമുക്ക്.
ഇന്ന് ഞാൻ പഠിപ്പിക്കാൻ പോകുന്നതിലേക്ക് വരികയാണ്. നമുക്കൊരു വാക്യം വായിക്കാം. റോമർക്ക് എഴുതിയ ലേഖനം എടുക്കാം, 10-ാം അധ്യായം എടുക്കാം, 17-ാം വാക്യം വായിക്കാം. ഒരാൾക്ക് ശബ്ദമുയർത്തി വായിക്കാം. ആകയാൽ വിശ്വാസം കേൾവിയാലും, കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്നു. സുപരിചിതമായ വാക്യം. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞേ, ആകയാൽ വിശ്വാസം കേൾവിയാലും, കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്നു. എല്ലാവരും പറഞ്ഞേ കേൾവി. നിങ്ങളവിടെ എഴുതിയിരിക്കുന്ന വാചകത്തിൻ്റെ ഒരു പ്രത്യേകത ശ്രദ്ധിച്ചോ? ദൈവത്തിൻ്റെ വചനത്താൽ വരുന്നു എന്നല്ല എഴുതിയിരിക്കുന്നത്. അറിയില്ല. അവിടെ ദൈവത്തിന് അപ്പോൾ ദൈവത്തിൻ്റെ വചനം ക്രിസ്തുവിൻ്റെ വചനം തമ്മിൽ വ്യത്യാസമുണ്ടോ? ക്രിസ്തുവിൻ്റെ വചനത്താൽ വരുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. കോംപ്ലിക്കേഷൻ ഒന്നുമില്ല. ബൈബിൾ എന്ന് പറയുന്നത് മുഴുവൻ ദൈവത്തിൻ്റെ വചനമോ. എന്താണ് ക്രിസ്തുവിൻ്റെ വചനം എന്ന് എഴുതാൻ കാരണം? സിമ്പിളാണ്. ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാടിനെയാണ് ക്രിസ്തുവിൻ്റെ വചനം എന്ന് പറയുന്നത്. അത് വിശദീകരിക്കുന്നില്ല ഞാൻ. ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് ക്രിസ്തുവിനെ കുറിച്ച് നമുക്ക് ലഭിക്കുന്ന ബോധ്യങ്ങളെയാണ് എന്ത് വിളിക്കുന്നത്? ക്രിസ്തുവിൻ്റെ വചനങ്ങൾ എന്ന് വിളിക്കുന്നത്. പക്ഷെ അവിടെ എഴുതിയിരിക്കുന്നൊരു വാചകം നിങ്ങൾ ശ്രദ്ധിച്ചോ? ബ്യൂട്ടിഫുൾ ആ വാചകം. അവിടെ എഴുതിയിരിക്കുന്നത് കേൾവി വരുന്നു എന്നാണ്. കേൾവി എന്ന് പറഞ്ഞേ ഹിയറിംഗ്. എല്ലാവരും പറഞ്ഞേ ഹിയറിംഗ്. കേൾവി എന്ന് പറഞ്ഞാൽ എന്തുവോ ജിജോ? കേൾവി എന്ന് പറഞ്ഞാൽ എന്തുവോ? ഹിയറിംഗ് എന്ന് പറഞ്ഞാൽ കേൾക്കാൻ കഴിയുന്ന കഴിവിനെയാണ് കേൾവി എന്ന് വിളിക്കുന്നത്. അപ്പൊ നമുക്ക് ആർക്കും ചെവി കേൾക്കത്തില്ലായിരുന്നോ? ലിസണിങ്. ഇവിടെ കേൾവി ഉണ്ടാകുന്ന പറയുന്നേ. നിങ്ങളുടെ പുസ്തകത്തിൽ എങ്ങനെയാ? സോ ഫെയ്ത്ത് കം ബൈ ഹിയറിംഗ് ആൻഡ് വാട്ട് ഈസ് ഹേർഡ് കംസ് ബൈ ദ മെസ്സേജ് ഓഫ് കൺസേണിങ് ക്രൈസ്റ്റ്. ഇംഗ്ലീഷ് ബൈബിളിൽ വേറൊരു ട്രാൻസ്ലേഷൻ പറയുന്നത് വിശ്വാസം കേൾവി, അല്ലെങ്കിൽ കേൾവി ഹിയറിംഗ്. എല്ലാവരും പറഞ്ഞേ ഹിയറിംഗ്. ഉറക്കെ പറ ഹിയറിംഗ്. അപ്പൊ എനിക്ക് കേൾവി ഇല്ല എന്നാണോ പൗലോസ് പറയുന്നത്? അല്ല, പൗലോസ് പറയുന്നത് ക്രിസ്തുവിന്റെ വചനം വന്നപ്പോഴാണ് എനിക്ക് കേൾവി വന്നതെന്നാണോ? പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ എനിക്ക് കേൾവി ഉണ്ടായത്, പൗലോസിന്റെ വചനത്തെ ഭാഷയിൽ പറഞ്ഞാൽ എനിക്ക് കേൾവി ഉണ്ടായത്, കേൾക്കാനുള്ള കഴിവുണ്ടായത്. എല്ലാവരും പറഞ്ഞേ കേൾക്കാനുള്ള കഴിവുണ്ടായത്, കേൾവി ശക്തി ഉണ്ടായത്. ഓർക്ക പറ കേൾവി ശക്തി ഉണ്ടായത് ക്രിസ്തുവിന്റെ വചനം വന്നപ്പോഴാണ്. ക്രിസ്തുവിന്റെ വചനം കേൾവി ശക്തി ഉണ്ടായത് ക്രിസ്തുവിന്റെ വചനം വന്നപ്പോഴാണെന്ന്. എല്ലാവരും പറഞ്ഞേ എനിക്ക് കേൾവി ശക്തി ഉണ്ടായത് അയ്യോ ക്രിസ്തുവിന്റെ വചനം വന്നു. നിങ്ങൾക്ക് എല്ലാം കൺഫ്യൂഷൻ ആയില്ലേ? ഐ എം സോ ഹാപ്പി. മനസ്സിലാകാൻ ഒരു വാചകം വായിക്കാം. മത്തായി സുവിശേഷം എടുക്കാം, 13-ാം അധ്യായം എടുക്കാം, 13-14 വാക്യം എടുക്കാം. അതുകൊണ്ട് അവർ കണ്ടിട്ടും കാണാതെയും കേട്ടിട്ടും കേൾക്കാതെയും ഗ്രഹിക്കാതെയും ഇരിക്കുകയാൽ ഞാൻ അവരോട് ഉപമകളായി സംസാരിക്കുന്നു. നെക്സ്റ്റ് വേർഡ്. നിങ്ങൾ ചെവിയാൽ കേൾക്കും ഗ്രഹിക്കയില്ലാതാനും, കണ്ണാൽ കാണും ദർശിക്കയില്ലാതാനും ഈ ജനത്തിന്റെ ഹൃദയം തടിച്ചിരിക്കുന്നു. ഇനി ശ്രദ്ധിക്കണേ, ഇവിടെ പറയുക. ഇനി ഞാൻ 2 വാചകങ്ങൾ ചേർത്ത് പറയുക. ഒന്ന് ശ്രദ്ധിച്ചോണേ. കേൾക്കും ഗ്രഹിക്കത്തില്ല, കാരണം ഹൃദയം തടിച്ചിരിക്കുവാന്ന്. കേൾവിക്കും ഹൃദയത്തിനും തമ്മിൽ എന്താ ബന്ധമുള്ളത്? ഹൃദയം എൻ്റെ തടിച്ചിരുന്നു കഴിഞ്ഞാൽ എൻ്റെ കേൾവിയും ഹൃദയവും തമ്മിൽ എന്താ ബന്ധമുള്ളത്? കേട്ട ഇംഗ്ലീഷിൽ പറയും ലിസണിങ്ങും ഹിയറിങ്ങും. എന്താ വ്യത്യാസമുള്ളത്? ഞാൻ കേട്ടു, അതെൻ്റെ ഹൃദയത്തിനാണോ മനസ്സിലാവുന്നത്? പൗലോസിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ, യേശുവിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ, യേശയ്യാവിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ നമ്മൾ പലതും കേൾക്കുന്നുണ്ട്, പക്ഷേ കേട്ടതിനെ എൻ്റെ ഉള്ളിൽ മനസ്സിലാക്കുന്ന വേറൊരാളും കൂടെ ഉണ്ട്. പൗലോസിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ, എൻ്റെ ഭാഷ ശ്രദ്ധിച്ച് കേൾക്കണേ. യേശുവിനെ കുറിച്ച് കേട്ടപ്പോഴാണ് വാസ്തവത്തിൽ എൻ്റെ ഹൃദയത്തിൻ്റെ ചെവി തുറന്നിട്ട് എനിക്ക് മനസ്സിലാവാനുള്ള, ദൈവത്തെ മനസ്സിലാകാനുള്ള, ദൈവത്തെ കേൾക്കാനുള്ള, വിശ്വാസം ഉളവാകാനുള്ള അനുഭവത്തിലേക്ക് ഞാൻ എഴുന്നേറ്റ് വന്നത്. നിങ്ങൾ അതിനെ കൈയടിച്ചില്ല, മനസ്സിലാവാത്തതുകൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല. ഒരു നല്ല ഹല്ലേലൂയ പറയാം. എന്ന് പറഞ്ഞാൽ യേശുവിനെ കുറിച്ച് കേട്ടപ്പോൾ
കേൾക്കുക മാത്രമല്ല എനിക്കുണ്ടായത്, എനിക്ക് ഹൃദയത്തിൽ അത് മനസ്സിലായി. ഹൃദയത്തിൽ മനസ്സിലാകുന്ന ഒരു കാര്യത്തെ മാത്രമേ എനിക്ക് റെസ്പോണ്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഉദാഹരണം പറയാം. നിങ്ങൾക്ക് മനസ്സിലായിട്ടുള്ള കുറച്ച് പേർക്ക് പിടിയിട്ടുള്ളൂ, നിങ്ങൾക്ക് മനസ്സിലാകാനായിട്ട് ഈ ഉദാഹരണം പറയുന്നത്. ഞാൻ യേശു ക്രിസ്തുവിനെ കുറിച്ച് കേട്ടു. ഞാൻ യേശു ക്രിസ്തുവിനെ കുറിച്ച് കേട്ടത് ഞാൻ ചെറുപ്പം മുതലേ കേൾക്കുന്ന കാര്യമോ, കാരണം ഞാൻ ക്രിസ്ത്യാനിയായിട്ടാണ് ജനിച്ചു വളർന്നേ. പക്ഷെ 22ാമത്തെ വയസ്സിൽ ആ കേട്ടുകൊണ്ടിരുന്ന യേശുവിനെ കുറിച്ച് ഒരു കാര്യം എനിക്ക് മനസ്സിലാവുകയാണ്. ആ യേശു കർത്താവ് എനിക്ക് വേണ്ടി മരിച്ചു എന്നും ആ മരിച്ചത് എൻ്റെ പാപം പോക്കാനുമാണെന്ന് അതുവരെ മനസ്സിലാകാത്തതുപോലെ മനസ്സിലാക്കുകയാണ്. എല്ലാ ഞായറാഴ്ചയും ഞാൻ അച്ഛൻ പ്രസംഗിക്കുന്നത് കേട്ടിട്ടുണ്ട്. യേശു പാപികളെ രക്ഷിക്കാനാണ് വന്നത്, യേശു പാപികൾക്ക് വേണ്ടി മരിച്ചത്. എല്ലാ ദുഃഖ വെള്ളിയാഴ്ചയും കള്ളനോടൊപ്പം ഞാനും കുമ്പിട്ടുകൊണ്ടിരുന്നതാണ്. യാക്കോബ് പള്ളിയിൽ അങ്ങനെയാണ്. കുരിശിൻ്റെ മുമ്പിൽ ചെന്ന് എന്ത് ചെയ്യും? കള്ളനോടൊപ്പം ഞങ്ങൾ എന്ത് ചെയ്യും? കുമ്പിടുന്നെന്ന് പറഞ്ഞാൽ ഞങ്ങളും കുമ്പിട്ടുകൊണ്ടിരുന്നതാണ്. നിങ്ങളാരും യാക്കോബക്കാരില്ലായിരുന്നു, അതുകൊണ്ട് അറിയാതെ ഒരു ഹല്ലേലൂയ പറഞ്ഞേട്ടെ. അവിടെ ക്രൂശിലെ മരണവും ക്രൂശിലെ പ്രദർശനവും എല്ലാം കേട്ടോണ്ടായിരുന്നു. പക്ഷെ ഞാനൊരിക്കൽ പോലും എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി യേശു മരിച്ചത് എനിക്ക് മനസ്സിലായില്ല. മനസ്സിലായ ദിവസം ഞാൻ പറഞ്ഞു, യേശുവേ ഐ റെസ്പോണ്ടഡ്. ഞാൻ തിരിച്ചു പ്രതികരിച്ചിട്ട് പറഞ്ഞു, എൻ്റെ പാപങ്ങൾക്കായി നീ മരിച്ചതിന്, എൻ്റെ പാപങ്ങൾ നീ ക്ഷമിക്കുന്നതിന് ഞാൻ പ്രതികരിച്ചു എന്ന് പറഞ്ഞാൽ കേട്ടോണ്ടിരുന്നത് അന്നാണ് മനസ്സിലായത്. അടുത്തിരിക്കുന്നവരോട് പറഞ്ഞേ, കേട്ടോണ്ടിരുന്നത് അന്നാണ് മനസ്സിലായത്. ഞാൻ പാസ്റ്റർ ഇപ്പം പ്രൊഫറ്റ് യൂബർട്ട് ഏഞ്ചൽ പ്രസംഗിക്കുമ്പോൾ ഈ ഇടയ്ക്ക് സയൻസ് കണ്ടുപിടിച്ച് 1991 സയൻസ് കണ്ടുപിടിച്ച് ഒരു വലിയ കണ്ടുപിടുത്തം അദ്ദേഹം പറഞ്ഞ് ഞാൻ ശ്രദ്ധിച്ചു. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. അദ്ദേഹം പറഞ്ഞു, തലച്ചോറിനകത്ത്, നമ്മുടെ തലയ്ക്കകത്ത് ബ്രെയിൻ സെല്ലുകൾ ഉള്ളതുപോലെ നമ്മുടെ ഹൃദയത്തിനകത്ത് ബ്രെയിൻ സെല്ലുകളുണ്ടെന്ന്. നിങ്ങൾ ഗൂഗിൾ ചെയ്താൽ കിട്ടുന്ന കാര്യമാണ്, ഗൂഗിളില്ലാത്ത കാര്യമല്ല. അതൊരു ഭയങ്കര ഷോക്കിംഗ് ചിന്തയായിരുന്നു. നമ്മുടെ തലച്ചോറിന് ചിന്തിക്കാൻ കഴിയുന്ന പോലെ നമ്മുടെ ഈ കുഞ്ഞു ഹൃദയത്തിന് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചിന്തിക്കാൻ കഴിയും. ഗൂഗിൾ ചെയ്ത് നിങ്ങൾ കാണാം, ഗൂഗിൾ ചെയ്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അല്ലെങ്കിൽ ഞാൻ ഈ യൂട്യൂബിൽ പറഞ്ഞ ആളുകൾ എന്നെ വെച്ചേക്കത്തില്ല എന്ന് പറഞ്ഞ ഡോക്ടർമാരുടെ കണ്ടുപിടുത്തത്തിൽ ഈ കൊച്ചു ഹൃദയത്തിലാണ് ഇമോഷനുകളും ഈ കാര്യങ്ങളെല്ലാം വർക്ക് ചെയ്യുന്ന. ഇവിടെ വേറൊരു സാധനം വർക്ക് ചെയ്യുന്നതെന്നാണ് അവരുടെ കണ്ടുപിടുത്തം. സ്വത്രമൊക്കെ പോയോ? അതുകൊണ്ട് ആ ഹൃദയം കൊണ്ട് വിശ്വസിക്കണമെന്ന് ബൈബിൾ പറയുന്നതിൻ്റെ കാരണം. ഓ ആമേൻ. നമുക്ക് അങ്ങോട്ട് പോകണ്ടല്ലേ? നമ്മൾ പലതും കേൾക്കാറുണ്ട്, പക്ഷെ നമുക്ക് ഗ്രഹിക്കാറില്ല. ഗ്രഹിച്ചത് ബൈബിളിലെ കാര്യം നമുക്ക് ഗ്രഹിക്കാൻ കഴിഞ്ഞത് ആ കാര്യം എനിക്ക് റെവലേഷൻ ആയതാണ്, എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അല്ലെങ്കിൽ ഗ്രഹിക്കാൻ കഴിഞ്ഞത് എന്ന് പറഞ്ഞാൽ ബൈബിളിലെ പല കാര്യങ്ങളും നമ്മൾ കേൾക്കുന്നുണ്ടെങ്കിലും ആ കേട്ടതെല്ലാം എനിക്ക് റെവലേഷൻ ആയില്ല. റെവലേഷൻ ആകാത്ത ഒരു കാര്യവും എനിക്ക് പ്രയോജനപ്പെട്ടില്ല. യേശു കർത്താവ് മരിച്ചു എന്നത് ഞാൻ കേട്ടുകൊണ്ടിരുന്ന കാര്യമാണ്. പക്ഷേ 1995 ഞാൻ കേട്ടപ്പോൾ എനിക്കത് റെവലേഷനായപ്പോൾ എനിക്കത് പ്രയോജനപ്പെട്ടു. ഞാൻ അതിനോട് പ്രതികരിച്ചു. ക്ലിയറാണ്? ഒന്നും കൂടെ ആവർത്തിക്കൊന്നും വേണ്ടല്ലോ. ഉദാഹരണം പറയാം, ഒരു ഉദാഹരണം കൂടെ പറയാം. ഈ ബന്ധകോസായ സഭകളിലെ പല സഭകളിലെ വിശ്വാസികളും അല്ലെങ്കിൽ പാസ്റ്റേഴ്സും പറയുന്ന, പബ്ലിക്ക് കേട്ടോട്ടെ എന്ന് വെച്ചിട്ട് പറയുന്ന കാര്യമോ, പാസ്റ്റേഴ്സും ന്യൂ ജനറേഷൻ സഭകളെ കുറിച്ച് പറയുന്നൊരു കമൻറ്റ് കേട്ടിട്ടുണ്ടോ സോളെ? എന്നാന്നറിയോ? ഇവർ പ്രോസ്പെരിറ്റി പഠിപ്പിക്കുന്നവരാണ്. എന്നാ പഠിപ്പിക്കുന്നത്? പ്രോസ്പെരിറ്റി. എനിക്ക് അങ്ങനെ പറയുന്ന ആളുകളോട് ചോദിക്കാറുള്ളൊരു ചോദ്യം, അപ്പം നിങ്ങൾ പോവർട്ടിയാണോ പഠിപ്പിക്കുന്നത്? ഞങ്ങൾ പ്രോസ്പെരിറ്റിയാണ് പഠിപ്പിക്കുന്നത്, അവരെന്തോ പഠിപ്പിക്കുന്നത്? ദാരിദ്ര്യം. അപ്പം അവർ പറയാം അല്ല, പിന്നെ ഏതാ പഠിപ്പിക്കുന്നത്? ഞങ്ങൾ രണ്ടുമല്ലേ, പിന്നെ ഏതുമല്ല? ടെൽ മീ. ഒന്നിങ്ങനെ നീ പ്രോസ്പെരിറ്റി പഠിപ്പിക്കുന്നത്, ആ പ്രോസ്പെരിറ്റിയാണ് നമ്മൾ പഠിപ്പിക്കുന്നത്, നിങ്ങളെന്താ പഠിപ്പിക്കുന്നത്? പറ. അപ്പൊ ദാരിദ്ര്യമാണോ? അപ്പൊ ദാരിദ്ര്യമല്ല, പ്രോസ്പെരിറ്റി അല്ല, എൻ്റെ ഇടയിൽ വലിയ പരിപാടിയുണ്ടോ? ഞങ്ങൾ ബാലൻസ്ഡ് ആണ്. എവിടാ? ഞാൻ ദാരിദ്ര്യത്തെ അംഗീകരിക്കുന്നു, സമ്പത്തിനെ അംഗീകരിക്കുന്നു. Tell me. യേശു ദരിദ്രനായത് എന്നെ സമ്പന്നനാക്കാനാണ് എന്ന പുസ്തകം പറയുന്നത്. ഞാൻ ആ സമ്പന്നതയിൽ വിശ്വസിക്കുന്നു. നന്മയും കരുണയും നിന്റെ ആയുഷ്കാലം പിന്തുടരും. ഞാനത് വിശ്വസിക്കുന്നു. ജീവനും ഭക്തിക്കും ഉള്ളതെല്ലാം യേശു ക്രിസ്തുവിലൂടെ നൽകിയിരിക്കുന്നു. ഞാനത് വിശ്വസിക്കുന്നു.
കൂടെ ഉണ്ടെങ്കിൽ കൈ അടിച്ചു ആമീൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. Come on. പക്ഷെ ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിച്ചോട്ടെ, നിങ്ങൾക്ക് ഈ പ്രോസ്പെരിറ്റിയെ കുറിച്ച് മനസ്സിലായിട്ടും നിങ്ങൾ എത്ര പേര് പ്രോസ്പെർഡായി? അതിൻ്റെ കാരണം എന്നാണെന്നറിയോ? രക്ഷ എനിക്ക് മനസ്സിലായതുപോലെ, യേശു എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു എന്നത് മനസ്സിലായതുപോലെ, സമ്പന്നനാക്കാനാണ് യേശു മരിച്ചതെന്നുള്ള അറിവ് എനിക്ക് വെളിപ്പാടായിട്ടില്ല. എപ്പോൾ അത് വെളിപ്പാടാകുന്നുവോ അപ്പോൾ മുതൽ ഞാൻ അത് അനുഭവിക്കാനായി തുടങ്ങും. നിങ്ങൾ എൻ്റെ കൂടെ എത്തിയെന്നാ ഞാൻ വിശ്വസിക്കുന്നേ. കേൾക്കുന്നുണ്ടോ? അടുത്തിരിക്കുന്ന ആളെ ചെവിയിൽ തൊട്ടിട്ട് പറഞ്ഞ് കേൾക്കുന്നൊക്കെ ഉണ്ട്. യേശു സമ്പന്നൻ മരിച്ചത് ധനവാനാക്കാനാണെന്ന്, പക്ഷേ അങ്ങോട്ട് കേറുന്നില്ല. പറഞ്ഞേ ജിജോ വന്നേ. ജിജോ അല്ല, അന്നോളം വന്നാലും മതി, സൗകര്യം അതാ. വാ. കേൾക്കുന്നുണ്ട് പക്ഷെ കേറുന്നില്ല എന്ന് പറഞ്ഞേ. അറിഞ്ഞൂടെ? യേശു മരിച്ചത്, കാൽവരി മരിച്ചത് എന്നെ സമ്പന്നനാക്കാന്ന് അറിയത്തില്ലേ? അറിയത്തില്ല. പക്ഷേ അതെൻ്റെ ഹൃദയത്തിനകത്ത് പ്രവർത്തിച്ചിട്ട് റിസൾട്ട് ഉണ്ടാകുന്നുണ്ടോ? ഇല്ല. അതിൻ്റെ അർത്ഥം ആദ്യം ഇതുവരെ എൻ്റെ അകത്ത് ഭരിച്ചു തുടങ്ങിയിട്ടില്ലെന്നർത്ഥം. എന്നാൽ ഒരു ചോദ്യം ചോദിച്ചോട്ടെ, എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി യേശു മരിച്ചു എന്നത് എനിക്ക് നല്ലോണം അറിയാം. എൻ്റെ പാപം അത് റിസൾട്ട് ഉണ്ടാക്കി. അതുകൊണ്ട് ഞാൻ പറയുന്നത് ഇപ്പം ഞാൻ വിശുദ്ധനാണെന്നാണ്. ആരും അനങ്ങുന്നില്ലല്ലോ. ഒന്ന് കൈയടിച്ചു ഒരു ആമേൻ പറ. അങ്ങനെയാണോ? അതെൻ്റെ തലയിൽ കയറിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ തലയിൽ ഉള്ളിൽ വെളിപ്പാടാകാത്ത ഒരു വചനവും എനിക്ക് പ്രയോജനപ്പെടുകയില്ല. വിശ്വാസം കേൾവിയാൽ. ഈ കേൾവി നേരെ അകത്തോട്ട് വന്നിട്ട് അത് റെവലേഷൻ ആകുമ്പോഴാണ് എൻ്റെ വിശ്വാസം കത്തുന്നത്. മോളെ നോടിയിരുന്നേ. ഞാൻ കുറച്ചു നേരത്തിന് പത്രോസാണ്. സുന്ദരം എന്ന ദേവാലയ ഗോപുരത്തിന് മുമ്പിൽ ഒരു മുടന്തൻ ഇരിക്കുകയാണത്. അവിടെ ചെന്നു. പൗലോസിന്റെ പത്രോസിന്റെ ഗമമുണ്ട്. വെള്ളിയും പൊന്നൊന്നും എൻ്റെ കയ്യിലില്ല. അതിൻ്റെ സ്റ്റൈല് കണ്ടോ? എൻ്റെ കയ്യിലൊന്നുമില്ല. പക്ഷേ എൻ്റെ കയ്യിലുള്ള വേറെ സാധനമുണ്ട്. അത് യേശുവിൻ്റെ നാമമാ. ആ നാമം പറഞ്ഞാൽ നീ നടക്കും. എന്നെ ധൈര്യമാ പത്രോസേ നിനക്ക്? നമ്മളാരെങ്കിലും അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുന്ന കാര്യമാണോ? പറ. ആരെങ്കിലും അറ്റംപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുമോ? വഴിയിരുന്ന് ഭിക്ഷയാചിക്കുന്ന ഒരാളോട് എന്നെ നോക്ക്, നിന്നെ ഇപ്പം ഞാൻ എഴുന്നേൽപ്പിക്കാന്ന് പറയുവോ? ഇല്ല. പറയാത്ത കാരണം യേശുവിൻ്റെ നാമം അങ്ങനെ ചെയ്യാൻ കഴിവുള്ള നാമമാണ്. ആകത്തെവിടെയോ കയറിയിട്ടില്ല. നിങ്ങൾ കൈയടിച്ചില്ല. പക്ഷേ പത്രോസിനത് മനസ്സിലായി. പത്രോസിനെ വെള്ളിയോ പനൊന്നുമില്ല, എന്നെ നോക്കാം. എന്നിട്ട് കയ്യിലോട്ട് പിടിച്ചിട്ട് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കാം. അത് എഴുന്നേറ്റ് നടന്നു. പത്രോസ, തബീത എന്ന് പറയുന്ന സ്ത്രീയുടെ അടുക്ക് ചെല്ലുവാ. തബീത മരിച്ചിട്ട് പുതപ്പെല്ലാം മൂടി കെട്ടിരിക്കുവാ. തബീതയുടെ കയ്യിലോട്ട് പിടിച്ചിട്ട് തബീത എഴുന്നേൽക്കാൻ പറഞ്ഞപ്പോ മരിച്ച സ്ത്രീ എഴുന്നേറ്റ് വന്നു. ഞാനൊരു ചോദിച്ചോട്ടെ, നിങ്ങളുടെ വീട്ടിലൊരു ശവം കിടക്കുവാണ്. നിങ്ങൾ ആ ശവത്തിൻ്റെ അടുക്കൽ ചെന്ന് എന്തോ ചെയ്യും? ചെയ്യുന്ന രീതി ഞാൻ പറയാം. ഒരു ബൊക്ക തന്നേടാ. ബൊക്കയുടെ ഒരു സാധനം തന്നെ, എന്തെങ്കിലും ഒരു സാധനം എന്താ? ഇതാണ് ബൊക്കയ്ക്ക് നല്ലത്. ഇതെന്താണ്? ബൊക്ക. എന്നിട്ട് ബന്ധുക്കളെ നോക്കിയിട്ടു. അതിൻ്റെ അർത്ഥം പോയി ഞാൻ എന്നാ ചെയ്യാനാ? നിങ്ങൾ കരഞ്ഞോ, ഞാനും കൂടെ കരയാം. ഇതല്ലേ നമ്മൾ ചെയ്യുന്നേ? പറ. അതെ. കുറച്ചും കൂടെ സ്നേഹം ഉണ്ടെങ്കിൽ അയാളുടെ അടുക്ക് പോയി ഇരുന്നിട്ട് ആ ആട്ടലിൻ്റെ അർത്ഥം പോയടാ മോനെ, എനിക്കും ചെയ്യാൻ പറ്റത്തില്ല. എപ്പോഴെങ്കിലും ചെന്നിട്ടാ തബീതെ എഴുന്നേൽക്കെന്ന് പറയേണ്ട ആ ശരീരത്തിൽ വെച്ചിട്ട് ഹൃദയത്തിലെങ്കിലും പ്രാർത്ഥിക്കാൻ ധൈര്യം വന്നിട്ടുണ്ടോ?
ഈസ് ഡിഫറെന്റ്. അവർക്ക് അത് ജീവിതത്തിൽ യാഥാർത്ഥ്യമായിരുന്നത് കൊണ്ട് അവർക്ക് യാതൊരു സംശയമില്ലായിരുന്നു. അവർ കൈ അവിടോട്ട് വെച്ചിട്ട് പറഞ്ഞു, എഴുന്നേക്കാം. ഞാൻ ആരോടെ ഒരു ദൂത് പറയട്ടെ. ആരെങ്കിലും എൻ്റെ കൂടെ ഉണ്ടോ? നിങ്ങളുടെ ഉള്ളിൽ വിശ്വാസമായി പരിണമിച്ചത് ഈ ദിവസങ്ങളിൽ അസാധാരണ അത്ഭുതങ്ങളുമായി എഴുന്നേൽക്കുവാനായി പോകുന്നു. Something supernatural is going to happen. നിങ്ങളുടെ അകത്തെ വിശ്വാസത്തിന്റെ അടുത്ത പ്രതലങ്ങളിൽ ചിലത് അത്ഭുതങ്ങളായി നിങ്ങളുടെ ലൈഫിലേക്ക് വരുവാനായി പോകുന്നു. അപ്പൊ ഒന്ന് കരമുയർത്തി പറ, എനിക്ക് കേട്ടാൽ പോരാ, അത് എന്റെ ഹൃദയത്തിൽ വന്ന് വെളിപ്പാടാകുമ്പോഴാണ് അത് എന്നിൽ പ്രവർത്തിക്കുന്നത്. ഒന്നും കൂടെ പറ, ഞാൻ കേട്ടാൽ പോരാ, അതെനിക്ക് ഗ്രഹിച്ചിട്ട് വെളിപ്പാടാകുമ്പോഴാണ് അതെന്നിൽ പ്രവർത്തിക്കുന്നത്. അതായി പറഞ്ഞു, അവർ കേട്ടിട്ട് ഗ്രഹിക്കാത്തത് കൊണ്ടാണ് എനിക്ക് അവരെ സൗഖ്യമാക്കാൻ പറ്റാഞ്ഞത്. അവർ കേട്ടിട്ട് ഗ്രഹിച്ചിരുന്നുവെങ്കിൽ എന്ത് ചെയ്തേനെ? എനിക്ക് അവരെ സൗഖ്യമാക്കാൻ പറ്റിയേനെ. കൈയടിക്കേ, ആമീൻ പറ. അപ്പൊ എനിക്ക് മനസ്സിലാകാത്തോടത്തോളം കാലം ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങളിൽ നടക്കത്തില്ല. ഇത്രയും മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുക. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട് ഇനി എൻ്റെ പ്രസംഗത്തിലേക്ക് വരട്ടെ. ഇരിക്കാൻ നമുക്ക്. ഇത്രയും പറഞ്ഞാലേ പ്രസംഗിക്കാൻ ഒക്കത്തില്ല, അതാണ് കാര്യം. നമുക്ക് പല കാര്യങ്ങളും ഇതുപോലെ ദൈവദിനത്തിൻ്റെ സത്യങ്ങൾ അറിയത്തില്ല. വെളിപ്പാട് നമ്മുടെ അകത്ത് ആ മേഖലയിൽ വ്യക്തമായിട്ടില്ല. അങ്ങനെ ഇല്ലാത്തൊരു വാക്യം ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇത് പരിചയപ്പെടുത്താൻ പോവുക. നമുക്ക് വായിക്കാം. റോമർക്ക് എഴുതിയ ലേഖനം 5-6 വാക്യം. നാം ബലഹീനരായിരിക്കുമ്പോൾ, എല്ലാവരും പറഞ്ഞാട്ടെ, നാം ബലഹീനരായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു തക്ക സമയത്ത് അഭക്തർക്ക് വേണ്ടി മരിച്ചു. നിങ്ങളുടെ കയ്യിൽ ബൈബിൾ ഉണ്ടെങ്കിൽ സാധിക്കുന്നവരെല്ലാം ആ ബൈബിൾ ഒന്ന് വായിക്കണം. ഞാനൊരു അരമണിക്കൂർ ആ വാക്യം മാത്രമേ പറയത്തുള്ളൂ. സോ യു ഹാവ് ടു റീഡ് ഇറ്റ് അഗെയിൻ. നിങ്ങൾ ആ വാക്യം എടുത്തേ, എല്ലാവരും എടുക്കണം ആ വാക്യം. നിങ്ങൾ ആ വാക്യം തുറക്കണം. നിങ്ങളുടെ കയ്യിൽ ആ വാക്യം അങ്ങനെ തന്നെയാണെന്ന് വായിക്കണം. ആ വാചകം ഒന്നും കൂടെ ഉറക്കെ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് വായിക്കാം. നാം എല്ലാവരും ഉറക്കെ വായിച്ചേ, എല്ലാവരും കയ്യിലുള്ള ബൈബിൾ എടുത്തിട്ട് വായിച്ചേ. നാം ബലഹീനരായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു തക്ക സമയത്ത് അഭക്തർക്കു വേണ്ടി മരിച്ചു. നിങ്ങൾക്ക് എന്തു മനസ്സിലായി? ടെൽ മീ, നിങ്ങൾക്ക് എന്തു മനസ്സിലായി? ഒന്നും കൂടെ വായിക്കാം. നാം ബലഹീനരായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു തക്ക സമയത്ത് അഭക്തർക്കു വേണ്ടി മരിച്ചു. എന്താ നമുക്ക് മനസ്സിലായേ? ബലഹീനർ. ഞാനതിൻ്റെ ഇംഗ്ലീഷ് വേർഷൻസ് വായിക്കാൻ പോകുകയാണ്. ഒന്ന്, വി വെയർ സ്റ്റിൽ ഹെൽപ്ലെസ്. ഒന്നും ചെയ്യാൻ കഴിയില്ലാത്ത സാഹചര്യത്തിലിരിക്കുമ്പോൾ ഹെൽപ്ലെസ്. എല്ലാവരും പറഞ്ഞേ ഹെൽപ്ലെസ്. വേറൊരു ട്രാൻസ്ലേഷൻ ഞാൻ വായിക്കുകയാണ്, വീക്ക്നെസ്. ബലഹീനമായിരിക്കുമ്പോൾ, തളർന്നിരിക്കുമ്പോൾ. വേറൊരു വാക്ക് ഞാൻ വായിക്കുകയാണ്, പവർ ടു ഹെൽപ്പ് അവർ സെൽഫ്. എന്നെ തന്നെ സഹായിക്കാൻ പറ്റാതിരിക്കുമ്പോൾ. എല്ലാവരും പറഞ്ഞേ, എന്നെ തന്നെ സഹായിക്കാൻ, എനിക്ക് എന്നെ തന്നെ സഹായിക്കാൻ പറ്റുന്നില്ല. അതിനെയാണ് വേദപുസ്തകം വിളിച്ചത് ബലഹീനമായിരിക്കുക എന്ന് പറഞ്ഞ. എന്നെ തന്നെ സഹായിക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്തുവോ? എന്നെ ശ്രദ്ധിക്കാവോ? എനിക്ക് അത് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ അതാണ് ചെയ്യുന്നത്. എനിക്കത് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. ദേഷ്യപ്പെടണമെന്ന് ആഗ്രഹമുണ്ടത്, പക്ഷേ എനിക്കതിനെന്ത് ചെയ്യാൻ പറ്റുന്നില്ല? എന്നെ തന്നെ സഹായിക്കാൻ പറ്റുന്നില്ല, എനിക്കത് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. വേറൊരു ട്രാൻസ്ലേഷൻ വായിക്കാം. സിക്ക്, ഞാൻ രോഗിയായിരിക്കുകയാണ്. വിതൗട്ട് സ്ട്രെങ്ത്, ആരോഗ്യമില്ലാതിരിക്കുകയാണ്. എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഒന്ന് കൈ ഉയർത്തി പറഞ്ഞേ, എനിക്ക് എന്നെ തന്നെ സഹായിക്കാൻ കഴിയുന്നില്ല. ഉറക്കെ പറ, എനിക്ക് എന്നെ തന്നെ സഹായിക്കാൻ. ഞാൻ ബലഹീനനായിരിക്കുകയാണ്. ഞാൻ രോഗിയായിരിക്കുകയാണ്. പറ, ഹെൽപ്ലെസ് ആയിരിക്കുകയാണ്. ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലിരിക്കുകയാണ്. പറ, ആവർത്തിച്ച് പറ, ഒന്നും കൂടെ പറ. എനിക്ക് എന്നെ തന്നെ സഹായിക്കാൻ പറ്റുന്നില്ല. എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. ഞാൻ രോഗിയാണ്. ഓ, ഞാൻ ബലഹീനനാണ്. ആ സമയത്ത് യേശു എന്ത് ചെയ്തു? എനിക്ക് വേണ്ടി മരിച്ചെന്നാ. Wonderful Jesus. Wonderful Jesus. യേശു മരിച്ചു എന്ന് പറയുമ്പോൾ അതിനകത്തൊരു അർത്ഥം കൂടെ കിടക്കുന്നത്, എനിക്ക്
എന്നെ തന്നെ സഹായിക്കാൻ കഴിയാത്ത സമയത്ത്, എനിക്ക് ബലഹീനതയുള്ള സമയത്ത്, ഞാൻ ഹെൽപ്ലെസ് ആയിരിക്കുന്ന സമയത്ത്, ഞാൻ വീക്കായിരിക്കുന്ന സമയത്ത്, ഞാൻ സിക്കായിരിക്കുന്ന സമയത്ത് യേശു മരിച്ചു എന്ന് പറഞ്ഞാൽ, എനിക്ക് വേണ്ടി മരിച്ചു എന്ന് പറഞ്ഞാൽ, ഇതെല്ലാം എൻ്റെ ലൈഫിൽ നിന്ന് പരിപൂർണമായി മാറേണ്ടതിന് വേണ്ടിയിട്ട് അവൻ ചെയ്തൊരു പ്രവൃത്തിയായിരുന്നു ആ മരണം എന്ന് പറയുന്നത്. ക്ലിയർ ആണ്? ഒരു വടിയും കൂടെ ഉള്ളിലേക്ക് വരുവോ? ആ വാചകം ഒന്നും കൂടെ വായിക്കാം. നാം ബലഹീനരായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു തക്ക സമയത്ത് അഭക്തർക്ക് വേണ്ടി മരിച്ചു. ഇവിടെ പൗലോസ് പറയുന്ന കുറച്ചും കൂടെ വലിയ കാര്യം, ഞാൻ ബലഹീനനാണ്, എനിക്ക് സ്വയം സഹായിക്കാൻ വയ്യ, ഹെൽപ്ലെസ് ആണ്, വീക്കാണ്, സിക്കാണ്. പക്ഷെ അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ആരാണെന്നറിയോ? ഞാൻ അഭക്തനുമാണ്, ദൈവത്തെ അറിയാത്തയാളാണ്. ഒന്ന് പറഞ്ഞേ, ഞാൻ ആരാണ്? അഭക്തനാണ്. അപ്പൊ ദൈവത്തെ അറിയാത്ത, ബലഹീനനായ, അഭക്തനായ, ദൈവത്തെ അറിയാത്ത, അഭക്തനായ, എനിക്ക് സ്വയം രക്ഷപ്പെടാൻ കഴിയാത്ത എന്നെ ദൈവം സ്നേഹിച്ചെന്ന ഒരു നല്ല ഹല്ലേലൂയ പറയാവോ? ഒരു മിനിറ്റ് നിൽക്കണം. ഞാൻ പള്ളി വന്നു തുടങ്ങിയതിന് ശേഷം സ്നേഹിച്ചു എന്നാണോ? അല്ല, കുറച്ചും കൂടെ നല്ല ഭാഷ പറയാം. നീ സകല കുരുത്തം കെട്ടും ജീവിക്കുമ്പോൾ, അത് മാത്രമല്ല ഒരു വിധത്തിൽ നിനക്ക് രക്ഷപ്പെടാൻ കഴിയാതിരിക്കുന്ന സമയത്ത് അവന് നിന്നെ ഇഷ്ടമായിരുന്നെന്നാ. എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ പറ. എപ്പോഴാ ദൈവത്തിന് നിന്നെ ഇഷ്ടമായതാ എന്ന് പറഞ്ഞേ? സകല അലമ്പ് സ്വഭാവം കയ്യിലുണ്ടായിരുന്നപ്പോ, എല്ലാവരും പറഞ്ഞേ, അടുത്തിരിക്കുന്ന ആളുടെ കയ്യിലെടുത്തിട്ട് പറഞ്ഞേ, സകല ആലമ്പും കയ്യിലുള്ളപ്പോ, സകല കുരുത്തം കെട്ട് പരിപാടി ഉണ്ടായിരുന്നപ്പോ, നിനക്ക് സ്വയം രക്ഷപ്പെടാൻ പറ്റാതിരുന്നപ്പോ കർത്താവിന് നിന്നെ ഇഷ്ടമായിരുന്നെന്നാ. അയ്യോ, അത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അപ്പൊ ദൈവത്തിന് എന്നെ ഇഷ്ടമായിരുന്നെന്നാ. അതിന്റെ 8ാമത്തെ വാക്യം ഒന്ന് വായിച്ചിട്ട് തിരിച്ചു വരാം. 8ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കുകയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ, ഇംഗ്ലീഷ് ബൈബിൾ എഴുതിയിരിക്കുന്നത് he show his love and prove his love എന്നാണ്. എന്ന് പറഞ്ഞാൽ സ്നേഹം കാണിക്കുക മാത്രമല്ല, അതങ്ങ് തെളിയിക്കും കൂടെ ചെയ്തിട്ട് ആ കാൽവറിയിൽ ചെയ്തതെന്ന്. എന്ന് പറഞ്ഞാൽ ഞാൻ തനി ആലമ്പായിരിക്കുമ്പോ ദൈവത്തിന് എന്നെ ഇഷ്ടമായിരുന്നെന്നോ? നിങ്ങൾ അടുത്തിരിക്കുന്നവരോട് സ്വയം ചോദിച്ചു നോക്കിക്കേ, നിങ്ങൾ തനി അലമ്പായിരുന്നപ്പോൾ ദൈവത്തിന് നിങ്ങൾ ഇഷ്ടമായിരുന്നോ? കുറച്ച് നന്നായതിനു ശേഷമല്ലേ ദൈവത്തിന് നിങ്ങൾ ഇഷ്ടമായി തുടങ്ങി? ചോദ്യം, ലീഡേഴ്സാ ചോദിച്ചേ, കുറച്ച് നന്നാകാൻ തുടങ്ങിയപ്പോഴല്ലേ ദൈവത്തിന് നിങ്ങൾ ഇഷ്ടമാകാൻ തുടങ്ങി? അതോ തനി അലമ്പായിരുന്നപ്പോഴായിരുന്നോ? ക്രിസ്ത്യാനിയെ പറ, തനി അലമ്പായിരുന്നപ്പോഴാണോ ദൈവത്തിന് നിങ്ങളെ ഇഷ്ടം? അതോ നിങ്ങൾ കുറച്ച് നന്നാകാൻ തീരുമാനം എടുത്തപ്പോഴാണോ ദൈവത്തിന് നിങ്ങളെ ഇഷ്ടം? Is it true? Yes. കുറച്ചും കൂടെ കയറി ചോദിക്കാൻ പോവാ. തനി അലമ്പായിരുന്നു എന്ന് മാത്രമല്ല, ദൈവമായിട്ട് യാതൊരു ബന്ധമില്ലാതിരുന്നപ്പോഴും ദൈവത്തിന് നിങ്ങൾ ഇഷ്ടമായിരുന്നോ? ഒന്നും കൂടെ പറയാം. ഞാൻ തനി അലമ്പായിരുന്നു, പറ, ഇങ്ങനെ തന്നെ പറ. ഞാൻ തനി അലമ്പായിരുന്നു, സകല കുരുത്തക്കേടും ഉണ്ടായിരുന്നു, ദൈവമായിട്ട് യാതൊരു ബന്ധമില്ലായിരുന്നു, പക്ഷെ അപ്പോഴും ദൈവത്തിന് എന്നെ ഇഷ്ടമായിരുന്നു. അങ്ങനെയാണോ ജിജോ നമ്മുടെ തലയിലുള്ളത്? അങ്ങനെയാണോ നിങ്ങളുടെ തലയിലുള്ളത്? സത്യം പറ. ഞാൻ തനി അലമ്പായിരുന്നു, സകല അഴുക്ക് പരിപാടി ഉണ്ടായിരുന്നു, ദൈവമായിട്ട് യാതൊരു ബന്ധമില്ലായിരുന്നു, ദൈവത്തെ വേണമെന്നുള്ള ചിന്തയില്ലായിരുന്നു. ആ സമയത്ത് ദൈവത്തിന് നിങ്ങളെ ഇഷ്ടമായിരുന്നോ? നമ്മുടെ തലയിൽ അങ്ങനെ കയറിയിട്ടില്ല. നമ്മുടെ തലയിൽ കയറിയത് എങ്ങനെയാണെന്നറിയോ? ഞാൻ പള്ളിയിലോട്ട് വന്നപ്പോൾ ദൈവത്തിന് എന്നെ അങ്ങ് ഇഷ്ടപ്പെട്ടു. അങ്ങനെയാണോ? നീ അലമ്പായിരിക്കുന്ന സമയത്ത് ഇങ്ങോട്ട് ദൈവം കൊണ്ടുവന്നതാ, കാരണം നിന്നോടുള്ള ഇഷ്ടം ഒന്ന് പറയാൻ. എന്ന് പറഞ്ഞേ, നീ താനി തല്ലിപ്പൊളിയായി, ദൈവമായിട്ട് യാതൊരു ബന്ധമില്ലായിരുന്നു. അപ്പൊ അടുത്തുള്ള ചേട്ടൻ പറഞ്ഞു, മോനെ നിന്റെ നടുവേദന മാറാൻ ഇങ്ങടുത്ത് പോയാൽ മതി. അങ്ങനെ പിടിച്ചുകൊണ്ട് വന്നിട്ട് പറഞ്ഞു, മോനെ നീ അലമ്പായിരിക്കുമ്പോഴേ എനിക്ക് നിന്നെ ഇഷ്ടമാടാ, നിനക്കൊരു ബന്ധമില്ലായിരിക്കുമ്പോഴേ നിന്നെ ഇഷ്ടമാടാ എന്ന് പറയാൻ വിളിച്ചുകൊണ്ട് വന്ന സ്ഥലമായി പള്ളി. ഒന്ന് എൻ്റെ കരമുയർത്തി എന്നോട് കൂടെ പറഞ്ഞേ, ഞാൻ തനി അലമ്പായിരുന്നപ്പോൾ
ഞാൻ ഒരു മലയാളം ട്രാൻസ്ലേഷൻ വായിക്കാം. നാം ദൈവത്തിന് നിരക്കാതെ വണ്ണം ജീവിച്ചിരുന്നപ്പോൾ എന്നാ എഴുതിയിരിക്കുന്നത്? ദൈവത്തിന് നിരക്കാതെ വണ്ണം ജീവിച്ചിരുന്നപ്പോ എന്നെ ദൈവത്തിന് ഇഷ്ടമായിരുന്നെന്ന്. ഞാനൊരു ചോദ്യം ചോദിക്കാം. ദൈവത്തിന് നിരക്കാതെ വണ്ണം ജീവിക്കുന്ന ആരെയെങ്കിലും ദൈവത്തിന് ഇഷ്ടമാണോ? പറയണം. നിങ്ങളെ ഇഷ്ടമാണ്, സമ്മതിച്ചു, എനിക്കിപ്പോൾ മനസ്സിലായി, നിങ്ങളെ ഇഷ്ടമാണ്. ദൈവത്തിന് നിരക്കാതെ വണ്ണം ജീവിക്കുന്ന ആരെങ്കിലും ദൈവത്തിന് ഇഷ്ടമാണോ? നിങ്ങൾ മറുപടി പറയുന്നില്ല. നിങ്ങളുടെ കാര്യം എനിക്ക് ഇവിടെ കിട്ടി. നിങ്ങൾ നിരക്കാതെ ജീവിക്കുന്ന ദൈവത്തിന് നിങ്ങളെ പെരുത്ത് ഇഷ്ടമായതുകൊണ്ട് ഇരിക്കുന്നത് എനിക്ക് ഇവിടെ കിട്ടി. നാട്ടിലുള്ള ദൈവത്തിന് വേണ്ടി നിരക്കാതെ ജീവിക്കുന്ന ആരെങ്കിലും ദൈവത്തിന് ഇഷ്ടമാണോ? നിങ്ങളുടെ മനസാക്ഷിയോട് ചോദിച്ചു നോക്കിയേ, അങ്ങനെയാണോ നമ്മൾ കാണുന്നതെന്ന്? ആരെങ്കിലും തനി അലമ്പ് കാണിച്ച അവനെയൊക്കെ ദൈവത്തിന് ഇഷ്ടമാണോ? നമ്മൾ അവരോട് സൂചന പറയുന്നത് ദൈവം നിന്നെ സ്നേഹിക്കുന്നതാണോ, അതോ മോനെ നീ നന്നായില്ലെങ്കിൽ നിന്റെ കാര്യം കട്ടപ്പോകയാവുന്നതാണോ? ഒരു ചോദ്യം. കാശ്മീരിൽ നമ്മൾ ഒരിക്കൽ വായിച്ചതാണ്. 8 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ 6 or 8 പേർ ബലാത്കാരം ചെയ്ത് കൊന്നുകളഞ്ഞു. ആ ആളുകളെ ദൈവത്തിന് ഇഷ്ടമാണോ? പറ. മിണ്ടാൻ വയ്യാലേ, മിണ്ടാൻ വയ്യ. എന്നാൽ ദൈവവചനത്തിൽ മുഴുവൻ രസകരമായ കാര്യമോ, കല്ലെറിഞ്ഞ് കൊല്ലാൻ കൂട്ടുനിന്ന ഒരാളെ കർത്താവ് നിന്നിട്ട് പറഞ്ഞു, മോനെ എനിക്ക് നിന്നെ ഇഷ്ടമാടാ, എൻ്റെ കൂടെ വാടാ, നിന്നെ സുവിശേഷകനാക്കാന്ന്. അങ്ങനെ ആരെങ്കിലും അറിയാമോ നിങ്ങൾക്ക്? കല്ലെറിയുമ്പോൾ ആ കല്ലെറിഞ്ഞ് കൊല്ലുന്നവൻ്റെ തുണി സൂക്ഷിച്ചിരുന്ന കക്ഷിയെ കർത്താവ് പിടിച്ച് ഈ പുസ്തകം എഴുതാൻ ഉപയോഗിച്ചെന്നാ. അടുത്തിരിക്കുന്നവരോട് പറ, നിന്റെ എല്ലാ അലമ്പ് കൂട്ടുകാരെയും ദൈവത്തിന് ഇഷ്ടമാണ് നിന്നെ പോലെ. വേറൊരാൾ കൂടെ പറ, നിന്റെ എല്ലാ അലമ്പ് കേസുകെട്ടുകളെയും ഉള്ള എല്ലാ കൂട്ടുകാരെയും ദൈവത്തിന് പെരുത്ത ഇഷ്ടമാണ്. ആ പെരുത്ത ഇഷ്ടം കാരണമാണ് 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് ഒരു വെള്ളിയാഴ്ച ഉണ്ടായത്, ഒരു ഞായറാഴ്ച ഉണ്ടായത്. അത് കാരണമാണ് സംഭവിച്ചത്. ആ പെരുത്ത ഇഷ്ടം കാരണമാണ് നടന്നത്. ആ ലവിന്റെ പ്രദർശനമാണ് കാൽവറി എന്ന് പറയുന്നത്. ക്രിസ്ത്യാനിക്ക് വേണ്ടിയിട്ടല്ല യേശു മരിച്ചത്. സകല ആലമ്പിൽ ജീവിക്കുന്ന, സകല അഴുക്കിൽ ജീവിക്കുന്ന, ദൈവത്തെ എതിർക്കുന്ന, ദൈവത്തുമായി യാതൊരു ബന്ധമില്ലാത്ത ആളുകൾക്കും കൂടെ വേണ്ടിയോ യേശു മരിച്ചത്. ഞാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ല, അരമണിക്കൂർ ആ വാക്യം ഞാൻ പറയുന്നത് വെറുതെ അല്ല പറഞ്ഞേ. തുടങ്ങി വെക്കുക, കുറച്ചും കൂടെ ഉള്ളിലേക്ക് നമ്മൾ പോകും. നിങ്ങളെ അത് കഴിഞ്ഞിട്ടേ വിടത്തുള്ളൂ. ഒന്ന് പറഞ്ഞേ, ഞാൻ തനി അലമ്പായിരുന്നപ്പോൾ ദൈവത്തിന് എന്നെ ഇഷ്ടമാണ്. പറയണം. നിങ്ങൾ അലമ്പില്ലാത്ത ഒരുത്തിനും ഇവിടെ ഇല്ല. മനസ്സുകൊണ്ടെങ്കിൽ അലമ്പ് ചെയ്തവരേ ഉള്ളൂ, അല്ലാത്തവരാരും ഇല്ല. ഇല്ലാത്തവരുണ്ടെങ്കിൽ പൊയ്ക്കോ. ഒന്ന് പറഞ്ഞേ, തനി അലമ്പായിരുന്നപ്പോഴും ദൈവവുമായി യാതൊരു ബന്ധമില്ലായിരുന്നപ്പോഴും ആർക്കും എന്നെ ഇഷ്ടമാണ്. ഇത് മനസ്സിലായല്ലോ അല്ലേ? ശരിക്കും മനസ്സിലായല്ലോ അല്ലേ? ഒന്ന് ചോദിച്ചാൽ അടുത്തിരിക്കുന്നവരോട് ശരിക്കും മനസ്സിലായില്ലേ? ദൈവമായിട്ട് യാതൊരു ബന്ധമില്ലാതിരുന്നപ്പോൾ ദൈവത്തിന് എന്നെ ഇഷ്ടമാണ്. ഒന്ന് എന്നോട് ഒന്ന് പറഞ്ഞേ, എന്നാലും സുഖം വരത്തുള്ളൂ. ദൈവമായിട്ട് യാതൊരു ബന്ധമില്ലാതിരുന്നപ്പോൾ, ദൈവത്തെ അറിയാതിരുന്നപ്പോൾ, താനി തല്ലിപ്പൊളിയായിരുന്നപ്പോൾ പോലും ദൈവത്തിന് എന്നെ ഇഷ്ടമാണ്. ഇനി നിങ്ങളോടുള്ള ചോദ്യം, ഇപ്പം ദൈവത്തിന് നിങ്ങളെ ഇഷ്ടമാണോ? നിങ്ങളെല്ലാവരും പറയാൻ പോകുന്ന ഇഷ്ടമാണോ? അതൊക്കെ എനിക്ക് നിങ്ങൾ പറയാമെന്ന് എനിക്ക് അറിഞ്ഞൂടെ, അതൊക്കെ നീ അത് പറയാൻ പോകുന്നതെന്ന്. പക്ഷെ മനസാക്ഷിയോട് ചോദിച്ചു നോക്കിയേ, അത് ഞാൻ ചെയ്തായിരുന്നു, അങ്ങനൊരു കാര്യം ഞാൻ ചെയ്തായിരുന്നു, അവിടെ ഞാൻ വേണ്ടാത്തതാ പറഞ്ഞേ. അപ്പോഴും ദൈവത്തിന് നിന്നെ ഇഷ്ടമാണോ? പറ. ആണോ ചോദിച്ചോ? യേശുവിലേക്ക് വന്നു, പക്ഷെ ചില കാര്യങ്ങളിൽ ഇപ്പോഴും പ്രശ്നമുണ്ട്. അപ്പോഴും ദൈവത്തിന് നിന്നെ ഇഷ്ടമാണോ? ഇഷ്ടമാണ്. ജിജോ ഇരുന്ന് കള്ളം പറയാൻ വന്നിരിക്കുവോ കേട്ടോ? നിങ്ങളുടെ മനസ്സാക്ഷിയോട് ചോദിച്ചിട്ട് പറ, ദൈവത്തിന് നിങ്ങളെ ആ കാര്യം ചെയ്ത സമയത്തും ഇഷ്ടം ഉണ്ടായിരുന്നു എന്നാണോ തോന്നുന്നത്, അതോ ദേഷ്യം ഉണ്ടായിരുന്നു എന്നാണോ തോന്നുന്നത്? ഹലോ,
പറയണം. നിങ്ങൾ ദൈവത്തിൽ വരുന്നതിനൊക്കെ മുമ്പ് ദൈവത്തിന് നിങ്ങളെ പെരുത്തും ഇഷ്ടമായിരുന്നു. ഇപ്പം നിങ്ങൾ എവിടെ വന്നു? ദൈവത്തിൽ വന്നു. ദൈവത്തിൽ വന്നിട്ടും എന്തെങ്കിലുമൊക്കെ കയ്യിൽ ഉണ്ട്. ആ സമയത്ത് ദൈവത്തിന് നിങ്ങളെ ഇഷ്ടമാണോ? സത്യത്തില് ക്രിസ്തീയ മതം നമ്മളെ പഠിപ്പിച്ചത് ഞാൻ പറയാം. യേശുവിലേക്ക് വരുന്നേക്കാൾ മുമ്പ് അതും സമ്മതിക്കുന്നൊന്നുമില്ല. യേശുവിന് എന്നെ ഇഷ്ടമായിരുന്നു. വന്നതിന് ശേഷം ഞാൻ നേരെ ആവില്ല എന്ന് നോക്കും. അതിനനുസരിച്ചായിരിക്കും ദൈവത്തിൻ്റെ തീരുമാനം, ഇഷ്ടപ്പെടണോ വേണ്ടേന്ന്. ഇതാണ് ഏത് സഭ പഠിപ്പിച്ചത്? മതം നമ്മളെ പഠിപ്പിച്ചത്. ഞാനൊരു കൊച്ചു ഉദാഹരണം പറയട്ടെ. ഞാൻ വിശ്വാസത്തിൽ വന്നപ്പോഴും കല്ല് കച്ചവടം എന്ന് പറഞ്ഞാൽ വൈഡൂര കച്ചവടം ഉണ്ട് എനിക്ക്. അന്ന് വൈഡൂര്യം കുഴിക്കുന്നത് ലീഗലല്ല, ഇല്ലീഗലാണ്, നിയമപരമായി തെറ്റാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്കൊരു നല്ല സ്ഥലം കാണാനിടയായി. ഞാൻ ആ സ്ഥലം കല്ല് കുഴിക്കാനായി തീരുമാനിച്ചു. കിട്ടിയ ഒരു 100 കോടി രൂപ അല്ലെങ്കിൽ 10 കോടിയെങ്കിലും മിനിമം കിട്ടും. അധികം ചിലവുമില്ല. കല്ല് കുഴിക്കാനായി ഞാൻ പോയി. നിയമപരമായി തെറ്റാ, കണ്ടാൽ പോലീസ് പിടിക്കും, ഫോറസ്റ്റുകാർ അകത്താക്കും. പക്ഷേ ഞാനെന്താ ചെയ്യുന്നത്? കല്ല് കുഴിക്കാൻ പോയി. കല്ല് കുഴിക്കാൻ പോണേക്ക് മുമ്പ് കർത്താവിനോട് അങ്ങോട്ട് പറഞ്ഞു. പ്രാർത്ഥനാവശത്ത് ദൈവവശത്ത് വന്നിട്ട് കേട്ടോ, വരണേക്ക് മുമ്പല്ല, വന്നിട്ട് ഞാൻ ഇരുന്ന് പ്രാർത്ഥിച്ചു, കർത്താവെ എത്ര കല്ല് കിട്ടും? നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടല്ലോ അല്ലേ? എന്നിട്ട് പറഞ്ഞു, കർത്താവെ 100 കോടി രൂപ അല്ലെ 10 കോടി രൂപ കിട്ടിയാൽ ഞാൻ 1 കോടി എടുക്കത്തുള്ളൂ. 30 കൊല്ലം മുമ്പുള്ള 1 കോടിക്ക് കുറച്ച് വിലയുണ്ട്. ഞാൻ ചെറുതേ പറഞ്ഞിട്ടുള്ളൂ. ബാക്കി 9 കോടി രൂപയും ദിനകരൻ്റെ പബ്ലിക് മീറ്റിങ്ങുകൾ നടത്താനായിട്ട് ഉപയോഗിച്ചോളാം. പക്ഷെ നീ ഒരു കാര്യം ചെയ്യണം, ഈ കള്ളത്തരത്തിന് കൂട്ടു നിൽക്കണം. അല്ലേ? അങ്ങനെയല്ലേ എൻ്റെ അർത്ഥം? അങ്ങനെയല്ലേ? നിയമപരമായിട്ട് ചെയ്യാൻ പാടില്ല. പക്ഷെ ഞാൻ എന്ത് ചെയ്യാൻ പോവാ? കുടിക്കാൻ പോവാ. നീ എന്ത് ചെയ്യണം? ഞാൻ നിനക്ക് കാശ് തരാം. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങൾ അത് കഴിഞ്ഞ ശേഷം പറഞ്ഞു. അത്ര വ്യത്യാസമുള്ളൂ. ഞാൻ കള്ളത്തരം ചെയ്തു കർത്താവേ, ഇനി നീ എന്ത് ചെയ്യണം? ഞാൻ കൂട്ട് വെക്കണം. ഞാൻ കള്ളത്തരം ചെയ്യണൊക്കെ മുമ്പ് കർത്താവിനോട് പറഞ്ഞു, 90 നിനക്ക്, എനിക്ക് 10. അറിയില്ലേ? കല്ല് പിടിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു പ്രശ്നമുണ്ടായി. ഫോറസ്റ്റുകാർ കണ്ടു. അത് കണ്ടെന്നും അവനെ പിടിച്ചെന്നും അവിടെ കുഴിച്ചുകൊണ്ടിരിക്കുന്നവരെ പിടിച്ചെന്നും വേറൊരുത്തം വന്നിട്ട് ഞാൻ താമസിക്കുന്ന വീട്ടിൽ വന്ന് പറഞ്ഞു. ഞാൻ സൈക്കിളെടുത്ത് 16 കിലോമീറ്റർ സൈക്കിൾ വേണ്ടി ബസ് സ്റ്റാൻഡിൽ വന്നു. എന്നെ മാത്രം പോലീസ് പിടിച്ചില്ല, ബാക്കി എല്ലാവരും ജയിലിലായി. നടന്ന കാര്യം. എന്തുകൊണ്ടന്ന് പോലീസ് പിടിച്ചില്ല എന്ന് ഇപ്പോഴും അറിയത്തില്ല. കുറ്റം ചെയ്താൽ അകത്ത് കിടക്കേണ്ടതാണ്. ബാക്കി എല്ലാവരും അത് പോയി, ഞാൻ മാത്രം തടിയൂരി. ആർ യു ലിസണിങ്? അങ്ങനെ ചെയ്തിട്ട് ജീവിച്ച ആളാ ഞാൻ. അന്ന് രാത്രി വന്നിരുന്ന് പ്രാർത്ഥിക്കുക. പ്രാർത്ഥന പറഞ്ഞൊന്നുമില്ല കേട്ടോ. ഞാൻ പറഞ്ഞു, കർത്താവേ അത് കിട്ടിയായിരുന്നു, എത്ര കിട്ടിയേനെ, എൻ്റെ പ്രശ്നങ്ങളെല്ലാം തീർന്നേനെ. അപ്പോൾ എനിക്കൊരു വെളിപ്പാട് കാണാം. 2 പെട്ടികൾ എൻ്റെ മുമ്പിൽ ഒന്ന് തുറന്നു. ഒരു പെട്ടിക്കകത്ത് സ്വർണവും സമ്പത്തും ഇരിക്കുന്നു, ഒരു പെട്ടിക്കകത്ത് ബൈബിൾ ഇരിക്കുന്നു. എന്നോട് ആരോ ഒരാൾ ചെവി ചോദിച്ചു, നിനക്ക് ഏതാ വേണ്ടേ? ഞാൻ മിടുക്കനാണ് കർത്താവിനേക്കാൾ. ഞാൻ പറഞ്ഞു, 2ഉം കൂടെ പോന്നോട്ടെ. 2ഉം കൂടെ പോന്നോട്ടെ എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അകത്തെ സന്തോഷം പോയി. എനിക്ക് മനസ്സിലാകാൻ തുടങ്ങി, അത് ദൈവം അതല്ല ഉദ്ദേശിക്കുന്നത്, ആ പുസ്തകം ഉള്ളത് എടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ ഞാൻ പറഞ്ഞില്ല. അങ്ങനെ അലമ്പിൽ ജീവിച്ച എന്നെയാണ് നിങ്ങളുടെ മുമ്പിൽ പ്രസംഗിക്കാൻ തക്കവണ്ണം യോഗ്യനാക്കി നിർത്തിയിരിക്കുന്നത്. ഞാൻ പെർഫെക്റ്റ് ആയതുകൊണ്ടല്ല, അവൻ എന്നെ പെർഫെക്റ്റ് ആക്കാൻ പറ്റുമെന്ന് അവന് ഉറപ്പുള്ളത് കൊണ്ട് എന്നെ നിർത്തിയിരിക്കുക. കൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ പറ. ഞാൻ പെർഫെക്റ്റ് ആയതുകൊണ്ടല്ല, ദൈവം എന്നെ ഓരോ ദിവസം പെർഫെക്റ്റ് ആക്കാൻ അവന് കഴിവുണ്ടെന്ന് ഇന്ന് എനിക്കറിയാം. അന്ന് അവൻ അറിയാവുന്നതുകൊണ്ട് എന്നെ നിർത്തിയിരിക്കുന്നത്. കൈകളടിച്ചൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. എന്നാൽ ക്രിസ്ത്യാനിയുടെ അകത്ത്
വിശ്വാസത്തിൽ വരുന്നതിനൊക്കെ മുമ്പ് എന്നെ ദൈവം സ്നേഹിച്ചു. ഇനി റോമർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായം എടുക്കാം. അതിന്റെ 9-ാമത്തെ വാക്യം മുതൽ വായിക്കാം. 9-ാമത്തെ വാക്യം മുതൽ വായിക്കാം. അവന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട ശേഷമോ നാം അവനാൽ എത്ര അധികമായി കോപത്തിൽ നിന്ന് രക്ഷിക്കപ്പെടും എന്ന് പറഞ്ഞാൽ, നീതീകരിക്കണേക്കാൾ മുമ്പ് ഞാൻ കോപത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ടുവെങ്കിൽ നീതീകരിക്കപ്പെട്ട ശേഷം എത്രയധികം രക്ഷപ്പെടും എന്ന് പറഞ്ഞ, താനേ അലമ്പായിരുന്നപ്പോ പോലും എൻ്റെ അപ്പച്ചന് എന്നെ ഇഷ്ടമായിരുന്നെങ്കിൽ ഇപ്പോ എനിക്ക് നന്നാവണമെന്ന് ആഗ്രഹമുണ്ട്, നന്നായി ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട്. എന്നെ എത്രയധികമായി അവൻ രക്ഷിക്കാതിരിക്കും. കൂടെ ഉണ്ടെങ്കിൽ കൈയടിക്കാം, ആമീൻ പറയാം. അടുത്തിരിക്കുന്നവരോട് പറ, നന്നാവണമെന്ന് ആഗ്രഹിക്കാത്ത സമയത്ത് എന്നെ സ്നേഹിച്ചിട്ട് രക്ഷിച്ചെങ്കിൽ നന്നാവണമെന്ന് ആഗ്രഹമുള്ള എന്നെ എത്രയധികം രക്ഷിക്കാതിരിക്കും. നിങ്ങളുടെ ശബ്ദം കേട്ടില്ലല്ലോ. നമ്മുടെ തലയിൽ അങ്ങനെയില്ല. നന്നാവണമെന്ന് ആഗ്രഹമില്ലാത്ത എന്നെയാ രക്ഷിച്ചതാ. നിങ്ങൾക്ക് ആർക്കെങ്കിലും നന്നാവണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നോ? എനിക്കില്ലായിരുന്നു. ഞാൻ നന്നാവണമെന്ന് ചിന്തിച്ചിട്ട് പോലുമില്ല. അല്ല, നല്ലതാവണമെന്ന് പറഞ്ഞാൽ ഞാൻ നല്ലതല്ലായിരുന്നു. മോശം കള്ളു കൂടിയ സീട്ട് വിലയൊന്നും നല്ലതല്ലാന്ന് തോന്നിയില്ലല്ലോ. അങ്ങനെ പോലുമില്ല. പെണ്ണുങ്ങളെ സൈറ്റ് അടിച്ച് കാണിക്കുന്ന തെറ്റാന്ന് തോന്നിയാലല്ലേ പ്രശ്നമുള്ളൂ. അങ്ങനെ തോന്നുന്നില്ല. പിന്നെന്തിനാ ദൈവത്തെ അറിയുന്നേ? ദൈവത്തെ അറിയാന്ന് പറഞ്ഞാൽ ഞാൻ ക്രിസ്ത്യാനിയാണ്, ഞാൻ ദൈവത്തെ അറിഞ്ഞാ ജീവിക്കുന്നത്. എന്താ വ്യത്യാസമുള്ളേ? എന്നാൽ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ വന്നപ്പോഴാണ് ഇതെല്ലാം വേണ്ടാത്തതായിരുന്നു എൻ്റെ കയ്യിലുണ്ടെന്ന് മനസ്സിലായത് പോലും. ആ വേണ്ടാത്തത് ഉണ്ടായിരുന്ന സമയത്തും എന്നെ കർത്താവിന് പെരുത്ത് ഇഷ്ടമായിരുന്നെന്നോ? ഇപ്പം എല്ലാം ഉപേക്ഷിച്ചിട്ട് കർത്താവിൻ്റെ കൂടെ വന്നിട്ട് വഴിയിട്ടിട്ട് പോകുന്ന നിങ്ങൾ പറയുന്നേ? അല്ലെന്നോ? അതിന് പകരം എനിക്ക് പറയാനുള്ളത്, അപ്പോൾ ഇഷ്ടമായിരുന്ന കർത്താവിനെ ഇപ്പൊ കുറച്ചും കൂടെ പെരുത്ത് ഇഷ്ടമായിട്ടുണ്ട്. നിന്നെ ഇടയിടുക അല്ല, അവന്റെ ഉദ്ദേശത്തിൽ നിന്നെ എത്തിക്കാതെ അവൻ മടക്കി വിടുകയില്ല. കൂടെ ഉണ്ടെങ്കിൽ കൈയടിക്കുക, ആമേൻ പറ. ശബ്ദം ഉയർത്തി ഹല്ലേലൂയ പറ. നിങ്ങളിൽ ഒരാളും നശിച്ചു പോകത്തില്ല. ആരോ ഒരാൾ എന്നോട് പറഞ്ഞു, ബ്രദറെ കേട്ടായിരുന്നോ, ഒരാൾ ജയിലിലാണ്, ഒരു ശുശ്രൂഷകൻ ജയിലിലാണ്, വിഷയം സ്ത്രീക്ക് വിഷയമാണ്. ഞാൻ നിങ്ങളോടൊരു വാചകം പറയട്ടെ. അയാൾ ജയിലിലായിരിക്കാം അയാൾ ചെയ്ത കുറ്റത്തിന്, പക്ഷെ അയാൾ സ്വർഗത്തിൽ പോകില്ലെന്ന് നിന്നോട് ആര് പറഞ്ഞു? നിന്നോട് ആരെങ്കിലും പറഞ്ഞോ? എടാ, നിന്റെ മിനിസ്ട്രി അല്ല ദൈവത്തിന് വലുത്, നീയാണ് ദൈവത്തിന് വലുത്. അടുത്തിരിക്കുന്നവരോട് പറ, നിന്റെ മിനിസ്ട്രി അല്ല ദൈവത്തിന് വലുത്. ആരാ ദൈവത്തിന് വലുത്? ദൈവം. എന്ന് പറഞ്ഞാൽ ആ ജയിലിൽ അവനോട് ദൈവത്തിന് ഇടപെടാൻ കഴിയും. അവനെ നിത്യതയിലേക്ക് എത്തിക്കുന്നവരെ അവനോട് സംസാരിക്കാൻ കഴിയും. അവനെ നിത്യതയിലേക്ക് എത്തിക്കുവാൻ സ്വർഗത്തിന് സാധ്യമോ? അവനെ അങ്ങനെ അങ്ങ് നശിപ്പിച്ച് കളയാനല്ല ദൈവം. നീ പറയുന്നു ഇപ്പൊ ജയിലിലാ. അവൻ മോശം ചെയ്തു ആയിരിക്കാം, അവൻ തെറ്റിപ്പോയായിരിക്കാം. ആരെയില്ലെന്ന് പറഞ്ഞ് ഞാൻ തർക്കിക്കാനൊന്നുമില്ല. തെറ്റിയില്ലെന്ന് ദൈവം തീരുമാനിക്കട്ടെ, ലോകം തെളിയിക്കട്ടെ, തെളിയിക്കപ്പെടുന്ന രീതിയിൽ ദൈവം ഇടപെടട്ടെ. നൺ ഓഫ് മൈ ബിസിനസ്. തെറ്റ് ചെയ്തിട്ടുണ്ട് അവൻ ജയിലിൽ കിടക്കട്ടെ. പക്ഷേ ജയിലിൽ കിടക്കുന്ന അവനെ ഞാൻ എൻ്റെ ജയിലിൽ കിടക്കുന്നതിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്, അവൻ സ്വർഗത്തിൽ പോവില്ല എന്ന് നിന്നോട് ആരാ പറഞ്ഞേ? അവിടെ മദ്രാസിലെ മോനെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അപ്പനെയും അമ്മയും മക്കളെ എല്ലാം കൊത്തിക്കൊന്നവനവൻ. ഇന്ന് അദ്ദേഹം ഒരു ശുശ്രൂഷകനാ. പൗലോസിനെ നിങ്ങൾക്കറിയാവോ? കല്ലെറിഞ്ഞു വന്നവനാ. കൊലപാതകയെ രൂപാന്തരപ്പെടുത്തിയ ഒരു യേശുവിനെ തനിക്ക് വേണ്ടി പ്രവർത്തിച്ച അവനോട് ദൈവത്തിന് ഇടപെടാൻ പ്രയാസമുണ്ടെന്നാണോ പറയുന്നത്? കൊലപാതകളോട് ദൈവത്തിന് ഇടപെടാമെങ്കിൽ വിശ്വാസത്തിൽ നിൽക്കുമ്പോൾ തെറ്റിപ്പോയ ഒരാളോട് ദൈവത്തിന് ഇടപെടാൻ പറ്റത്തില്ലേ? അടുത്തിരിക്കുന്ന ആളോട് കൈ കൊടുത്തിട്ട് പറ, കൊലപാതകയോട് ദൈവത്തിന് സംസാരിക്കാൻ പറ്റുമെങ്കിൽ വിശ്വാസത്തിൽ നിന്ന് വീണുപോയ ഒരാളോട് ദൈവത്തിന് സംസാരിക്കാൻ പറ്റത്തില്ലേ? സംസാരിക്കാൻ പറ്റുമെന്ന് മാത്രമല്ല, അവൻ വിശ്വാസത്തിൽ ചിലത് ചെയ്തിരുന്നത് കൊണ്ട് അവൻ തെറ്റിപ്പോയായിരിക്കാം. അവനെ ഒരിക്കലും ദൈവം ഉപേക്ഷിച്ച് കളയത്തില്ല, പകരം അവനെ നിത്യതയ്ക്ക് അവകാശിയാക്കും. That's what I believe. ഇവിടെ ഇരിക്കുന്ന ഒരാൾ പോലും നശിക്കത്തില്ല. ഇവിടെ ഇരിക്കുന്ന ഒരാൾ നശിച്ചു പോകത്തില്ല. 4 പേരോടെങ്കിലും കൈ എടുത്തിട്ട് പറ, നീ നശിക്കത്തില്ല, നീ നശിച്ച് ഇല്ലാതാകത്തില്ല. എഴുന്നേറ്റ് നോക്കുക, എന്നിട്ട് പറ, നീ നശിക്കത്തില്ല. അതുകൊണ്ട് വേദപുസ്തകം പറയുന്ന സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. തീത്തോസിന്റെ ലേഖനം 2-ാം അധ്യായം 11-ാം വാക്യം. അതേ അധ്യായം 3-ാം അധ്യായം 4-ാം വാക്യം പറയുക, നമ്മുടെ രക്ഷിതാവായ ദൈവത്തിന്റെ ദയയും മനുഷ്യപ്രീതിയും ഉദിച്ചപ്പോൾ, എന്നോടുള്ള പ്രീതി ഉണ്ടായപ്പോൾ. അടുത്ത വാചകം പറയുവാണേ,
നാം ചെയ്ത നീതി പ്രവർത്തികളാലല്ല, തൻ്റെ കരുണപ്രകാരം അത്രേ രക്ഷിച്ചത്. നിന്റെ കയ്യിലിരിപ്പല്ല ദൈവം നോക്കിയത്, അവന് നിന്നോട് കരുണ തോന്നി, ആമേൻ. അവന് നിന്നോട് ദയ തോന്നി. ഹല്ലേലൂയ. ഞാൻ ചെയ്ത ഗുണമല്ല, അവന്റെ ദയ. രണ്ടുപേരോടെങ്കിലും കൈ കൊടുത്തിട്ട് പറ, നീ ചെയ്ത ഗുണമല്ല കേട്ടോ, ചെയ്ത ഗുണമല്ല, അവന്റെ ദയയാണ്. അവന്റെ ദയയാണ്. ആ ദയ നിന്നോട് ദൈവത്തിന് തോന്നിയപ്പോ അവനങ്ങ് രക്ഷിച്ചെന്നേ. അത് അവന്റെ തീരുമാനമാ. അടയ്ക്കാൻ ഈ ലോകത്തിൽ ആരാ ഉള്ളേ? അടുത്തിരിക്കുന്നവരോട് പറ, നിന്നോട് അവന് ദയ തോന്നി, കരുണ തോന്നി, അതിനെ അടയ്ക്കാൻ ഈ ലോകത്തിൽ ആർക്കും കഴിയത്തില്ല. കാരണം എന്തുവാ? പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഇച്ഛിക്കുന്നവനാലല്ല, ഓടുന്നവനാലുമല്ല, കരുണ തോന്നുന്ന ദൈവത്താലാണ് സകലതും സാധ്യമാകുന്നത്. ദൈവത്തിന് ഒരാളുടെ കരുണ തോന്നിയാൽ നീ തീരുമാനിക്കണോ അയാൾ നഷ്ടപ്പെടത്തില്ല, അയാൾ നശിച്ചു പോകും, നീ തീരുമാനിച്ചിട്ട് കാര്യമൊന്നുമില്ല. അവനോട് ദൈവം കരുണ തോന്നിയാൽ അവനെ ദൈവം രക്ഷിക്കും. ആമേൻ. അങ്ങനെ കരുണ തോന്നുവാൻ തെരഞ്ഞെടുക്കപ്പെട്ട ആളുകളാ ഈ ഇരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും. അല്ലെങ്കിൽ ഇന്ന് നീ പ്രസംഗം കേൾക്കേണ്ടവനല്ല, ഇന്ന് നീ ശുശ്രൂഷ കേൾക്കേണ്ടവനല്ല. ദൈവത്തിന് നിന്നോട് കരുണയാണ്. ദൈവം നിന്നെ തെരഞ്ഞെടുത്തത് കരുണയിലാണ്. അവൻ നിന്നോട് കരുണ കാണിക്കാൻ റെഡിയാണ്. അതാണ് നീ ഇവിടെ ഇരിക്കുന്നത്. ഞാൻ കുറച്ചും കൂടെ കാര്യം പറയട്ടെ. ദൈവം മറ്റൊരാളുടെ മുമ്പിൽ കരുണയ്ക്കായി തെരഞ്ഞെടുത്ത പാത്രമാണ് നിന്നെ കൊണ്ട് നാട്ടിൽ പറയിക്കാനാ ദൈവം നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. യു ആർ ദ മെർസി വെസൽ. എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. നിങ്ങൾ എന്താ ചിന്തിക്കുന്നത്? ദൈവത്തിൻ്റെ സർവശക്തിയാണോ നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്? ദൈവം നിങ്ങളെ തെരഞ്ഞെടുത്തിട്ട് അയ്യോ അബദ്ധമായിപ്പോയല്ലോ എന്ന് പറയുന്ന കഴിവില്ലാത്തൊരു ദൈവത്തെയാണോ നീ സേവിക്കുന്നത്? നിങ്ങളിൽ ചിലരങ്ങനെയാണ് പറയുന്നത്. ദൈവം നിങ്ങളെ തെരഞ്ഞെടുത്തു, അയ്യോ ഞാൻ തെരഞ്ഞെടുത്തു പോയി, എന്ത് ചെയ്യാനാ, ഇവ നന്നാവുന്നില്ലല്ലോ എന്ന് പറയുന്നൊരു ദൈവത്തെയാണോ നീ സേവിക്കുന്നത്? അത് നീ നിന്റെ മക്കളെ നോക്കുന്നതും നമ്മുടെ അപ്പനും അമ്മയും ചിന്തിച്ചു നോക്കിയാ. പക്ഷെ ദൈവം അങ്ങനെയല്ല. ദൈവം ഒരാളെ തെരഞ്ഞെടുത്തപ്പോൾ ആ തെരഞ്ഞെടുപ്പിനോടൊപ്പം എനിക്ക് അവനിൽ എന്ത് ചെയ്യാൻ പറ്റുമെന്നും സ്വർഗത്തിന് നന്നായിട്ട് അറിയാം. നീ ചിന്തിക്കുന്നത് പോലെയല്ല വചനം ചിന്തിക്കുന്നത്. നിന്നെ അവൻ തെരഞ്ഞെടുത്തപ്പോൾ ദൈവം തെരഞ്ഞെടുത്തിട്ട് പറഞ്ഞു, അയ്യോ അബദ്ധം പറ്റിയല്ലോ, ഇവൻ ഞാൻ പറഞ്ഞാൽ കേൾക്കുന്നില്ലല്ലോ. അപ്പൊ ദൈവത്തിന് നീ പറഞ്ഞാൽ കേൾക്കാത്തവനാന്ന് അറിയത്തില്ലായിരുന്നോ? ആർ യു ലിസണിങ്? അടുത്തിരിക്കുന്നവരോട് ചോദിച്ചാൽ, ദൈവത്തിന്റെ സർവശക്തിയില് നീ പറഞ്ഞാൽ കേൾക്കാത്തവനാന്ന് അറിയത്തില്ലായിരുന്നോ? നീ പറഞ്ഞാൽ കേൾക്കാത്തവനാന്ന് അറിഞ്ഞിട്ടാണ് ദൈവം നിന്നെ തെരഞ്ഞെടുത്തത്. നീ 6 മാസം കഴിഞ്ഞാൽ പുറകോട്ട് പോകുമെന്ന് അറിഞ്ഞുകൊണ്ടാണ് ദൈവം നിന്നെ തെരഞ്ഞെടുത്തത്. പക്ഷേ അതിനോടൊപ്പം ദൈവം പറഞ്ഞു, ദൈവത്തിനൊരു കാര്യം അറിയായിരുന്നു. 6 മാസമല്ല, 1 വർഷം കഴിഞ്ഞ് തിരിച്ചു പോയാലും ആ തിരിച്ചു പോയതിനെ തിരിച്ചു കൊണ്ടുവരാനുള്ള റെമഡിയും എൻ്റെ പക്കലുണ്ട്. അതാണ് എൻ്റെ കർത്താവ്. അടുത്തിരിക്കുന്ന ആളോട് പറ, ചൂസ് ചെയ്തത്, തെരഞ്ഞെടുത്തത് കഴിവില്ലാത്തത് കൊണ്ടല്ല, തെരഞ്ഞെടുത്തത് കഴിവുള്ളത് കൊണ്ടാണ്. കൈ അടിച്ചൊരു ഹല്ലേലൂയ പറ. അവന് നിന്നെ എവിടെ എത്തിക്കാമെന്ന കഴിവുണ്ട്. നിന്നെ എവിടെ എത്തിക്കാമെന്ന് അവൻ അറിയാം. അവന്റെ ഉദ്ദേശങ്ങളൊന്നും തെറ്റിയിട്ടില്ല. നിന്നോടുള്ള എന്റെ ദൈവത്തിന്റെ ഉദ്ദേശം മാറിയിട്ടില്ല. ഒന്ന് കൈ അടിച്ചൊരു ഹല്ലേലൂയ പറ. നീ പറയുന്നു എനിക്ക് ബലഹീനതയുണ്ട്. എന്നാൽ റോമർ 9 അതിന്റെ 16-ാമത്തെ വാക്യമാണ് ഞാൻ നേരത്തെ വായിച്ചത്. 17-ാമത്തെ വാക്യം, ഇതിനായിട്ടല്ലോ ഞാൻ നിന്നെ നിർത്തിയിരിക്കുന്നത്, എന്റെ ശക്തി നിന്നിലൊന്ന് കാണിക്കണം. നീ പറയുന്നില്ല നിന്റെ ബലഹീനത എന്ന ദൈവത്തിന് പറയാനുള്ളത്. ആ ബലഹീനതയിൽ നീ വീണു എന്ന് പറയുമ്പോൾ എനിക്ക് പറയാനുള്ളത്, ഞാൻ തെരഞ്ഞെടുത്തത് നിന്നെ നിർത്താനാ. എന്റെ ബലത്തിൽ നീ നിൽക്കാൻ പോവാ. നീ പറയുന്നത് എന്റെ ബലഹീനതയും വീഴുന്നുവാണെങ്കിൽ ദൈവത്തിന് പറയാനുള്ളത്, നിന്നെ ഞാൻ തെരഞ്ഞെടുത്തതേ വീഴാനല്ല, നിൽക്കാനാ. എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ പറ. The very purpose of God chosen me to show his mercy and his power. ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്, എടാ ഇവൻ ഒരിക്കലും നന്നാവില്ല, ഇവൻ 6 മാസം കഴിഞ്ഞാൽ തിരിച്ചു പോകും എന്ന് പറയുന്നവനാണെങ്കിൽ ഞാൻ ഇവനെ തെരഞ്ഞെടുത്തത് എന്തിനാണെന്നറിയാവോ? ഇവനെ മാറ്റാൻ പറ്റുമെന്നും ഇവനെ രൂപാന്തരപ്പെടുത്താൻ പറ്റുമെന്നും ഇത് എനിക്ക് കഴിയുന്നതാണെന്നും നിന്നെ ഒന്ന് കാണിക്കാനാ, എൻ്റെ ശക്തി ഒന്ന് കാണിക്കാനാ.
ബലഹീനതയിൽ അവൻ്റെ ശക്തിയാ തികഞ്ഞു വരുന്നേ. നീ ബലഹീനനാന്ന് എത്രത്തോളം പറയുന്നു, ഹൗ മച്ച് യു സേ യു ആർ വീക്ക്, ദാറ്റ് മച്ച് ഹിസ് പവർ ഈസ് വർക്കിംഗ് യു. നീ എത്ര പറയുന്നു ഞാൻ ബലഹീനനാണെന്ന്, അത്രയും സ്വർഗം പറയുക അവൻ്റെ ശക്തി നിന്നിൽ വ്യാപരിക്കുകയാണ്. ഹല്ലേലൂയ. നമ്മുടെ പ്രസംഗങ്ങളിൽ എവിടെയൊക്കെ കയറിക്കൂടിയത്, നീ വിശ്വാസത്തേക്ക് വരണേക്കാൾ മുമ്പ് ദൈവത്തിന് നിന്നെ ഇഷ്ടമായിരുന്നു. പക്ഷെ വിശ്വാസത്തിൽ വന്നിട്ട് എടയവേ, അവൻ്റെ സ്നേഹമാണ് എഫേസ്യ ലേഖനം 2:2 മുതലുള്ള വാക്യങ്ങൾ നിന്നെ സകല അതിക്രമങ്ങളിൽ നിന്ന് രക്ഷിച്ചത്. ഇനി അവൻ്റെ സ്നേഹം തന്നെയാണ് ഇപ്പോഴുള്ള കയ്യിലിരിപ്പിൽ നിന്നും രക്ഷിക്കാൻ പോകുന്നത്. ആമേൻ. ഹല്ലേലൂയ. അവൻ്റെ സ്നേഹത്തിന് ദൈവം ഇല്ലാത്ത നിന്നെ ഇത്രയും മാറ്റാൻ കഴിഞ്ഞുവെങ്കിൽ അവൻ്റെ സ്നേഹത്തിന് ഇനിയും മാറ്റാം. ഇനിയും മാറ്റാം. അടുത്തിരിക്കുന്ന ആളെ 2 പേരുടെ കൈ കൊടുത്തിട്ട് പറ, ദൈവം ഇല്ലാത്ത നിന്നെ ഇത്രയും മാറ്റാൻ അവന് കഴിയുമെങ്കിൽ ഇനിയും മാറ്റാം. ഇനിയും മാറ്റാം. അടുത്തിരിക്കുന്ന ഒരാൾക്ക് 2 പേരുടെ കൈ കൊടുത്തിട്ട് പറ, ഇനിയും കാട്ടാം, ഇനിയും രൂപാന്തരപ്പെടുത്താം, ഇനിയും രൂപാന്തരപ്പെടുത്താം. പക്ഷെ we are never think that way. നീ മാറിയില്ലെങ്കിൽ ഇപ്പൊ കൊല്ലും ദൈവം. എടയവേ, നീ മാറാൻ തന്നെ, നിന്നെ മാറ്റാനും അവന് വേണ്ടി മാറ്റിയെടുക്കാനും നിത്യതയ്ക്ക് അവകാശിയാക്കാനും ദൈവം നിന്നെ തിരഞ്ഞെടുത്തത്. അവൻ അബദ്ധം പറ്റിയിട്ടൊന്നുമില്ല. യേശു തിരഞ്ഞെടുത്ത ഒരേ ഒരാളെക്കുറിച്ചും ആദ്യവും അവസാനമായിട്ടൊരാളെക്കുറിച്ച് പറഞ്ഞു, അവൻ നാശയോഗ്യനാണ്. ബാക്കി ആരെക്കുറിച്ചും കർത്താവ് പറഞ്ഞില്ല. ബാക്കി എല്ലാവരെ കുറിച്ചും കർത്താവ് പറഞ്ഞത്, ഞാനാ തിരഞ്ഞെടുക്കുന്നത് ഉദരത്തിലാകുന്നതിനേക്കാൾ മുമ്പ്. എനിക്ക് കരുണ തോന്നിയാൽ അവനോടാ കരുണ തോന്നുന്നത്. ആരും അതിനെ എതിർത്തിട്ട് കാര്യമില്ല. നമുക്ക് പത്രോസിനെ അറിയാവോ? ശ്രദ്ധിക്കണേ, പത്രോസാണ് യേശുവിനെ തള്ളി പറഞ്ഞയാൾ. ആ പത്രോസിനെയാണ് കർത്താവ് ആദ്യത്തെ ബിഷപ്പാക്കിയത്. ഞാനാണ് ചെയ്യുന്നതെങ്കിൽ ഒരു പണിഷ്മെൻറ്റ് കൊടുത്തിട്ട് പറഞ്ഞേനെ, നീ കുറച്ച് ദിവസം ബിഷപ്പ് ആവണ്ട, നീ ഏതെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യേ, ഇപ്പോൾ എൻ്റെ മാറി ചാരി ഒരുത്തനുണ്ട്, അവനെ പിടിച്ചാക്കാം. നിങ്ങൾക്ക് അതിനൊക്കെ തമാശ അറിയാവോ? ഇവൻ തള്ളി പറയുമെന്ന് അറിഞ്ഞുകൊണ്ടാണ് കർത്തൃമേശ കൊടുത്തത്. ഞാനാണ് കർത്തൃമേശ തരുന്നതെങ്കിൽ ഞാൻ പറഞ്ഞേനെ, ഇവന് കുറച്ച് കഴിഞ്ഞാൽ എന്നെ പ്രാകാനും, ബൈബിളിൽ എഴുതിയിരിക്കുന്ന വാചകം, അപ്പോൾ അവൻ ആ മനുഷ്യനെ ഞാൻ അറിയുന്നില്ല എന്ന് പറഞ്ഞ് പ്രാകാനും ആണയിടാനും തുടങ്ങി. പ്രാകാൻ പോകുന്നവൻ ആരെങ്കിലും കർത്തൃമേശ കൊടുക്കുമോ? നീ എന്നെ പ്രാകാനാ പോകുന്നതെന്ന് പറഞ്ഞ ആരെങ്കിലും കേൾക്കുവോ? യേശുവിനെ അറിയാമായിരുന്നു പത്രോസ് എന്നെ പ്രാകാൻ പോവാന്ന്. അടുത്തിരിക്കുന്നവരോട് പറ, യേശുവിനെ അറിയാമായിരുന്നു പത്രോസ് എന്നെ പ്രാകാൻ പോവാന്ന്. സഹിക്കാൻ പറ്റുന്നില്ല കാര്യം. പക്ഷെ കർത്താവിന് അറിയാമായിരുന്നു, ഇപ്പോൾ അവൻ എന്നെ പ്രാകും, പക്ഷേ കുറച്ച് കഴിഞ്ഞാൽ അവൻ എന്ത് ചെയ്യുമെന്ന് എനിക്കറിയാം. ഇപ്പൊ പ്രാകുന്ന ചിലർ നിന്റെ വീട്ടിൽ കാണാം, പ്രാകുന്ന ചിലർ നിന്റെ കുടുംബത്തിൽ കാണാം, എൻ്റെ അയൽവക്കത്ത് കാണാം. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ അറിയാം അവൻ ആരാകാൻ പോകുന്നു എന്ന്. അടുത്തിരിക്കുന്നവരോട് പറയാം, ദൈവത്തെ പത്രോസ പ്രാഗിയോനാ, എനിക്ക് അറിയത്തില്ലെന്ന് പറഞ്ഞ് പ്രാഗിയോനാ. പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന 26-74 വാക്യം. ആ പ്രാഗിയോനെ നോക്കിയിട്ട് ദൈവം, നീ എന്നെ പ്രാഗിയോനല്ലടാന്ന് പറഞ്ഞില്ല. സ്വർഗത്തിനറിയാം അവൻ്റെ മുകളിലുള്ള ആത്മീയ അനുഭവത്തിനെ അതിനെ മറികടക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ അവനെ അതുകൊണ്ട് ഞാൻ ഉപേക്ഷിക്കാൻ പോകുന്നില്ല, അവനെ എൻ്റെ നേതാവാക്കാൻ പോകുകയാണ്. നീ ഒന്ന് തെറ്റിപ്പോയത് കൊണ്ട് ദൈവത്തിൻ്റെ പദ്ധതിയെ മാറിക്കളയുമെന്ന് നീ ചിന്തിക്കുന്നുവെങ്കിൽ പത്രോസാണ് ആദ്യം മാറേണ്ടത്. നീ തെറ്റിപ്പോയെന്നും നീ വീഴ്ചയിൽ അബദ്ധത്തിൽ വീണുപോയെന്നും സ്വർഗത്തിന് അറിയാമെങ്കിലും സ്വർഗം നോക്കുന്നത്, ഞാൻ നിന്നെ പിശാചൊന്ന് വശീകരിച്ചതുകൊണ്ട് അവൻ്റെ തലയ്ക്ക് എറിഞ്ഞു കൊടുക്കാനല്ല നിന്നെ വിളിച്ചത്. നിന്നെ ഞാൻ എടുത്തത് എൻ്റെ ഉദ്ദേശം നിവർത്തീകരിക്കാനാണ്. പിശാച് വശീകരിച്ച പലതും ഇതിനകത്ത് നിൽപ്പുണ്ട്. പിശാച് കുടുക്കിയ പലതും നിൽപ്പുണ്ട്. അതാണ് വീഴ്ച. അടുത്തിരിക്കുന്നവരോട് പറ, അതാണ് വീഴ്ച. പക്ഷേ ആ വീഴ്ചയുടെ നടുവിൽ നിന്നെ ഇട്ടേച്ചു പോകാനല്ല സ്വർഗം പറഞ്ഞത്. ഞാൻ എന്താണോ ഇവനെ കുറിച്ച് തീരുമാനിച്ചത് അത് ഞാൻ ഫുൾഫിൽ ചെയ്യും. ഞാൻ എന്താണോ ഇവളെ കുറിച്ച് കണ്ടത് അത് ഞാൻ ഫുൾഫിൽ ചെയ്യും.
നിന്റെ അകത്ത് തോന്നിയത് എന്തായാലും ഞാൻ തെറ്റിപ്പോയി, ഇനി ദൈവം സ്വീകരിക്കത്തില്ല. സ്വർഗം പറയുന്നത് ഞാൻ എന്താണോ കണ്ടത്, പിശാച് ഇടയ്ക്ക് വന്ന് നിന്നെ നശിപ്പിക്കാൻ ശ്രമിച്ചു, നിന്നെ തള്ളിയിട്ടു, നീ തെറ്റിപ്പോയി എന്ന് സ്വർഗത്തിന് പറയാനുള്ളത്, അതിന് നടുവിൽ നിന്ന് ഞാൻ അവനെ പുറത്തു കൊണ്ടുവരും. മുറിവേറ്റ ആടിനെ കൊണ്ടുവരാനാ എൻ്റെ അപ്പം വന്നേ. കുടുങ്ങിപ്പോയതിനെ രക്ഷിക്കാനാ വന്നത്. സിംഹത്തിന്റെ വായിൽ നിന്ന് പിടിച്ചു പറിക്കാനാ വന്നത്. അവന്റെ പേര് ദാവീദിന്റെ ഗോത്രത്തിലെ സിംഹം എന്ന്. കരടി കൊണ്ടുപോയാലും സിംഹം കൊണ്ടുപോയാലും അവന്റെ വായിൽ നിന്ന് അവൻ എടുത്തതാ. ഇനി ഒരിക്കലും അത് തിരിച്ചു കിട്ടാൻ വഴിയില്ലാതെ വേണം നശിച്ചു പോകേണ്ടതാ. പക്ഷേ സ്വർഗത്തിന് പറയാനുള്ളത്, ഞാൻ ഉദ്ദേശിച്ചത് ഇതെടുക്കും. അടുത്തിരിക്കുന്നവരോട് പറ, ഞാൻ ഉദ്ദേശിച്ചത് നിന്നെ നിവർത്തിക്കും. കൂടെ എത്തിയോ? ഒരു ഹല്ലേലൂയ പറയോ? ഇതാണ് ഈസ്റ്റർ. നിന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി ഒന്നും പാഴാകത്തില്ല. അതിൻ്റെ ഇടയിൽ കയറി ആരെങ്കിലും പറയുവോ, അത് നീ ശരിയാകത്തില്ല, നീ മാറത്തില്ലെങ്കിൽ നിന്നെ മാറ്റാൻ അവനറിയാം. അവൻ നിന്നെ രൂപാന്തരപ്പെടുത്താനാണ് നിന്നെ തിരഞ്ഞെടുത്തത്. നീ മാറാത്ത സാധനമാണെന്നൊക്കെ അറിഞ്ഞിട്ടാ തിരഞ്ഞെടുത്തത്. അടുത്തിരിക്കുന്നവരോട് പറ, മാറാത്ത സാധനമാണെന്ന് അറിഞ്ഞിട്ടാ തിരഞ്ഞെടുത്തത്. കയ്യിലിരിപ്പെല്ലാം നേരത്തെ അറിയാം. നിന്റെ മനസ്സ് നിന്നേക്കാൾ നന്നായിട്ട് അവനറിയാം. നിന്റെ അന്തരംഗത്തെ അവനാ പണിഞ്ഞിട്ടുള്ളത്. അവനറിയാം നീ ആരാന്ന്, നീ ഏതെല്ലാം പാതയിലൂടെ പോയി എവിടെയെല്ലാം വഴി പഴച്ചു പോയെന്നും അതുകൊണ്ട് നീ എങ്ങനെയൊക്കെ ചിന്തിക്കുമെന്നും എവിടേക്കെല്ലാം തെറ്റിപ്പോകുമെന്ന് അവന് നേരത്തെ അറിയാം. അതുകൊണ്ട് നീ പോകേണ്ട ഓരോ സ്ഥലവും അവൻ വെച്ചിട്ടുണ്ട്. ഇത് ക്രോസ് ആയി കഴിയുമ്പോൾ ജോൺ ഇങ്ങനെ ആവും, ഇത് ക്രോസ് ആയി കഴിയുമ്പോൾ അവൾ അങ്ങനെ ആവും. അത് നേരത്തെ പ്ലാൻഡാണ്. നിന്നെ അങ്ങ് വിട്ടുകളയാൻ താല്പര്യമില്ല. ഞാനൊരു പ്രവാചകനെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കട്ടെ. ഒരു പ്രവാചകൻ ഒരു കപ്പലിനകത്ത് യാത്ര ചെയ്യായിരുന്നു. എൻ്റെ പേര് യോനാന്ന. പുള്ളിക്കാരൻ കപ്പലിനകത്ത് ഭയങ്കര കാറ്റും മേളവും ഉണ്ടായി. അവൻ സ്വയം പറഞ്ഞു, എങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്തേക്കാമെന്ന്. അങ്ങനെ ബൈബിളിൽ എഴുതിയിട്ടുണ്ടോ? ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെയാ. അവരോട് പറയുന്നത്, ഞാൻ കാരണമാണ് നിങ്ങൾ ചാവണ്ട, എന്നെ എടുത്ത് എന്നെ തൊട്ട് എന്നെയും കൊന്നോ, ഞാൻ ചാവാൻ തയ്യാറാ. നിങ്ങൾ ആരെങ്കിലും ഉണ്ടോ കൊല്ലാൻ വേണ്ടിയിട്ട്? എവിടെ ഇട്ടത്? ഇവനെപ്പോ കൊല്ലാൻ വേണ്ടിയിട്ടാണോ സ്വയം ചാവാന്ന് തീരുമാനിച്ചതോ? തമ്പുരാൻ ഒരു മീനെ വാ തുറന്ന് വെച്ചേക്കുമായിരുന്നു അവിടെ. വലയ്ക്കകത്ത് വീഴുന്ന പോലെ നീ അവനകത്ത് വീണു. എടാ, നീ യേശുവിന് വേണ്ടി ജീവിക്കാൻ ഇറങ്ങിയതാണോ? നീ ചാവാൻ പോയാൽ പോലും നടക്കത്തില്ല. ചുമ്മാതാ മോനെ, നീ ചെല്ലുന്ന അടുത്ത മീൻ്റെ വയറ്റിലോട്ടായിരിക്കും. ഇനി അവിടെ കിടന്ന് നീ നന്നായി പഠിക്കേണ്ടതിന് കണ്ടോ, ഇതുവരെ പ്രാർത്ഥിക്കാത്തവൻ ആ സ്ഥലത്ത് ചെന്നപ്പോൾ അങ്ങനെ വല്ല പ്രാർത്ഥനയേക്കാൾ നല്ലത് വായി ചാടാതെ രക്ഷപ്പെടുന്നതാണ് നല്ലത്. ഇവൻ പോകത്തില്ല. കാറ്റും കടലും ഉണ്ടായി, ഇവൻ പോകത്തില്ല. എന്ത് ചെയ്താലും പോകത്തില്ല. അവൻ്റെ പരിസരം മുഴുവൻ ഇളകി, എന്നാലും പോകത്തില്ല. പരിസരം മുഴുവൻ ഇളകി പറഞ്ഞു, ചത്തേക്കാം. സ്വർഗം പറഞ്ഞു, നീ ചത്തോ. പക്ഷേ മീൻ്റെ വായിലോട്ടായിരിക്കും നീ ചാവുന്നേ. ആ മീൻ്റെ വായിലോട്ട് വീണു. ആ സാഹചര്യത്തിൽ ചെന്നതോടുകൂടി അവന് മനസ്സിലായി, ദൈവമേ, കറക്റ്റ് സ്പോട്ടിൽ മീൻ കൊണ്ട് ഛർദ്ദിച്ചു. നിന്നെ മറ്റുള്ളവർ ഛർദ്ദിക്കേണ്ടതിന് ഒരു സാഹചര്യം കൊടുക്കല്ലേ. നിന്നെ കൊണ്ട് അവിടെ തന്നെ കൊണ്ടുവിടുന്ന ഒരു സാഹചര്യം ഉണ്ടാവല്ലേ. ഒരു നല്ല ആമേൻ പറഞ്ഞേ. അടുത്തിരിക്കുന്നവരോട് പറ, നീ ദൈവവേലയ്ക്ക് വിളിക്കപ്പെട്ടുള്ളതാണോ? തൂങ്ങിച്ചാവാൻ പോയാൽ കയറ് പൊട്ടും. Can I say one thing? He loves you. അവന് നിന്നെ കളഞ്ഞിട്ടൊരു പരിപാടി ചെയ്യാൻ ആഗ്രഹമില്ല. നീ അവനെ കൊണ്ട് അത് കഴിയത്തില്ല. ജോൺ ദാരുവിനെ കളയാനോ അവനോ അതിന് സാധിക്കത്തില്ല ദൈവത്തിന്. എങ്ങനെ തല്ലിപ്പൊളിയായിരുന്നാ ഞാൻ. ഇടയിലൊന്ന് വീണാലും തെറ്റിയാലും സ്വർഗം പറയാം, എൻ്റെ മോൻ എത്ര പ്രാവശ്യം വീണാലും അത് എൻ്റെ സന്താനമല്ലേ. എവിടെ കളയാനാ? അവനെ ഞാൻ വളർത്തിയെടുക്കും. വീഴാതെ വണ്ണം വളർത്തിയെടുക്കും, തെറ്റാതെ വണ്ണം വളർത്തിയെടുക്കും, നശിപ്പിക്കാതെ വണ്ണം വളർത്തിയെടുക്കും. അവൻ എൻ്റെയാ. എഫ്രേമേ, നീ എൻ്റെ ഓമന കുട്ടനാ, നീ എനിക്കുള്ളതാ. നീ എൻ്റെ ഉള്ളം കയ്യിൽ ഞാൻ നിന്നെ വരച്ചു വെച്ചിരിക്കുക. ഞാൻ നിന്നെ ഉപേക്ഷിക്കുകയില്ല. കൈ അടിച്ച് കർത്താവിനെ ആരാധിച്ചോണ്ട് പറഞ്ഞ്, അവന് നിന്നെ ഉപേക്ഷിക്കാൻ കഴിയുകയില്ല. അവൻ എന്നെ ഉപേക്ഷിച്ച് കളയുകയില്ല. അവന് നിന്നെ ഒത്തിരി ഇഷ്ടമാണ്. നിന്നെ ദൈവത്തെ അറിയാതിരിക്കുന്ന കാലത്തു പോലും അവന് നിന്നെ ഇഷ്ടമായിരുന്നെങ്കിൽ, ദൈവത്തിന് വേണ്ടി ജീവിക്കണമെന്ന് ആഗ്രഹിച്ചിട്ട് സാഹചര്യങ്ങളുടെ സമ്മർദ്ദ നിമിത്തം മടുത്തുപോയവരായ നിങ്ങളെ അത് കണ്ടിട്ട് ഒരു മനസ്സലും ഇല്ലാതെ പോയി ചത്തോടാ,
നഷ്ടോടാന്ന് പറയുന്നൊരു ദൈവത്തെയാണോ ഇത്ര നാൾ നീ സേവിച്ചത്? നോ, അബ്സല്യൂട്ട്ലി നോ. അതിൻ്റെ നടുവിൽ വന്ന് നിന്നെ മാറോട് ചേർത്ത് വെച്ചിട്ട് എങ്ങനെയാടാ ഞാൻ നിന്നെ വിടുന്നേ എന്ന് പറയുന്നൊരു ദൈവത്തെയാണ് നീ സേവിക്കുന്നത്. ഹീസ് ലവ്. ഒരു നല്ല ആമേൻ പറഞ്ഞേ. കുറച്ചും കൂടെ ഒക്കെ പറയണമെന്നുണ്ട്, ഞാൻ നിർത്തുവാ. ഒരു കാര്യം നിങ്ങളുടെ തലയിൽ കയറണം. എവിടാണോ ആളുകളുടെ മുമ്പിൽ വെച്ച് ആരാണോ തള്ളി പറഞ്ഞേ അവനെ കൊണ്ട് നേതാവാക്കിയിട്ട് പറയുമോ കർത്താവ്, അവനവിടെ ഇരുന്നാൽ മതി. അത്ര ഇഷ്ടം എനിക്ക് അവനെ. തള്ളി പറഞ്ഞതൊക്കെ ശരിയാ, പക്ഷെ എനിക്ക് അവനെ മതി. ഒരു സാഹചര്യത്തിൻ്റെ നടുവിൽ തള്ളിപ്പറഞ്ഞതിൻ്റെ വേദന പത്രോസിൻ്റെ അകത്തുണ്ട്. യേശുവിൻ്റെ മുഖത്ത് നോക്കിയപ്പോൾ ആർത്ത് കരഞ്ഞുപോയി. ചെയ്യരുതായിരുന്നു എന്നവൻ അറിയാം. ചെയ്യരുതായിരുന്നു എന്ന വേദന നിങ്ങളുടെ ആരുടെയെങ്കിലും ഉള്ളിൽ ഭരിക്കുന്നുണ്ടോ? എങ്കിൽ നീ ഒരു പത്രോസിൻ്റെ സ്ഥാനത്ത് വരേണ്ടവനാ. ആർ യു ലിസണിങ്? ചെയ്യരുതായിരുന്നു, ഞാനങ്ങനെ ആകരുതായിരുന്നു എന്ന് നിങ്ങളുടെ അകത്ത് തോന്നണമെങ്കിൽ അത് യേശു നിന്നെ നോക്കുമ്പോൾ മാത്രം തോന്നുന്ന സാധനമാണ്. ഒന്നും കൂടെ ഞാൻ ആവർത്തിച്ച് പറയാം. ചെയ്യരുതായിരുന്നു, ഞാനങ്ങനെ ചെയ്യരുതായിരുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ അത് യേശുവിൻ്റെ നോട്ടം നിങ്ങളിലേക്ക് വരുമ്പോൾ തോന്നുന്ന തോന്നലാ അത്. പത്രോസ് അപ്പോഴാ പൊട്ടിക്കരഞ്ഞേ, അയ്യോ എനിക്ക് പറ്റിപ്പോയല്ലോ. അങ്ങനെ തോന്നുന്നവരെല്ലാം സ്വർഗം നോക്കുന്നതാ എങ്ങനെ ഒരു പത്രോസാക്കാവനെ. അവനെ പത്രോസാക്കിയാലുള്ള ഗുണം എന്തോ? ഒരു വിശ്വാസിയെ അവൻ കളയത്തില്ല. പ്രാകുന്നവനെയും കളയത്തില്ല, ശവിക്കുന്നവനെയും കളയത്തില്ല. അവൻ പറയും ഞാനും ഇങ്ങനെ ആയിരുന്നവനടാ, നിന്നെ ഉപേക്ഷിക്കാൻ ദൈവത്തിന് പറ്റത്തില്ലടാ. എനിക്കെന്താ ഈ ധൈര്യം എന്നറിയോ? ഞാൻ വിശ്വാസത്തിൽ വന്നിട്ടും കർത്താവിനെ മോഷണത്തിൻ്റെ പങ്കുകാരനാകാൻ പഠിപ്പിച്ചതാ. അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ പോയ ഇങ്ങനെ ആയ ഞാൻ. എനിക്ക് ആ സ്നേഹത്തെ മറക്കാൻ പറ്റുമോ? ഇങ്ങനെയാക്കിയ ദൈവത്തെ മാറ്റാൻ പറ്റുമോ? കളയാത്ത കർത്താവിനെ ഉപേക്ഷിക്കാൻ പറ്റുമോ? ഈ വിധത്തിൽ എന്നെ ഇവിടെ എത്തിച്ച കർത്താവിനെ മറക്കാൻ കഴിയുമോ? വീണിട്ടും കരുതിയ, തെറ്റിയിട്ടും കരുതിയ ആ സ്നേഹത്തിൽ വീണ്ടും വളർത്തിയ കർത്താവിനെ കളയാൻ കഴിയുമോ? നോ. ഒരു നിമിഷം എഴുന്നേൽക്കാം, കണ്ണുകൾ അടയ്ക്കാം. ആ കര ഉയർത്തിയിട്ട് പറഞ്ഞ് ലവ് യു ലോർഡ്, ലവ് യു ലോർഡ്. ഒത്തിരി കാര്യങ്ങൾ പറയണമെന്നുണ്ട്. നോട്ട് ഇനഫ്. ഹല്ലേലൂയ. ശരഖരഖരഖബ ശരഖരഖരഖബ എന്ന് പറ. ലവ് യു ലോർഡ്, ലവ് യു ലോർഡ്. എനിക്കിഷ്ടമുള്ളൊരു വാക്യമാ, പ്രവർത്തിക്കാത്തവനെങ്കിലും അഭക്തനെ നീതീകരിക്കുന്നവനിൽ വിശ്വസിക്കുന്നവനോ അത് നീതിക്കായിട്ട് കണക്കിടും. അത് പറയണമെന്ന് വെച്ചിട്ടാണ് വന്നേ. അതിലേക്ക് വന്ന ഇനി സമയം പോകും. ഒന്നും നിങ്ങൾക്ക് മനസ്സിലാകണം. യോന പറഞ്ഞാൽ കേട്ടില്ല, ദൈവത്തിനെ ഉപേക്ഷിച്ചാൽ പോരായിരുന്നു. പ്രവാചകനാണ്. നിങ്ങൾ ശ്രദ്ധിച്ചോ, യേശു പോലും പേരെടുത്ത് പറഞ്ഞ പ്രവാചകന്മാരിൽ ഒരാളായിരുന്നു യോന. ഈ പുള്ളിയുടെ സ്വഭാവം നിങ്ങൾക്കറിയോ? ഈ യോനയുടെ സ്വഭാവം അറിയോ? ശ്രദ്ധിച്ചോണം. യോന ചെന്ന് നിനവയിൽ പ്രസംഗിച്ചു. അന്നത്തെ TV ആദ്യമായി പ്രസംഗിക്കുന്ന യോനയാണ്. അല്ലെങ്കിൽ ആ പട്ടണം മുഴുവനും അത് കേട്ടിട്ട് മാനസാന്തരപ്പെട്ടു എന്ന് എഴുതിയിരിക്കുന്നത്. ഇനി നിങ്ങൾക്കറിയോ യോനയുടെ കയ്യിലിരിപ്പം എന്താന്ന്? പട്ടണം മുഴുവൻ മാനസാന്തരപ്പെട്ടപ്പോൾ ഇവന് ദേഷ്യം വന്നു. ഇവൻ എന്താ പ്രസംഗിച്ചതെന്നറിയോ? മാനസാന്തരപ്പെടാൻ. ഇവന് ദേഷ്യം വന്നതെന്നറിയോ? ഞാൻ പറഞ്ഞത് മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ ഇവരെ ദൈവം നശിപ്പിക്കുമെന്നാണ്. നശിപ്പിക്കുന്നത് കാണാതായപ്പോൾ ഇവന് ദേഷ്യം വന്നു. അവനെ കർത്താവ് സഹിച്ചെന്ന്. എൻ്റെ അമ്മോ, അവൻ്റെ കാര്യം ആര് പറഞ്ഞേ? നിങ്ങൾക്ക് വല്ല മനസ്സിലായെന്ന് എനിക്കറിയത്തില്ല. അവസാനം ദൈവം അവൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഒരു കൊച്ചു മരം ഉണ്ടാക്കി ദൈവം. ഒരു ദിവസം കൊണ്ട് അതിനെ വലുതാക്കി, അത് അവന് തണൽ നൽകി.
ഒറ്റ ദിവസം കൊണ്ട് അതിനെ വീണ്ടും എന്ത് ചെയ്തു? പുഴു ഒന്ന് കൊന്നു കളഞ്ഞു. എന്നിട്ട് ചോദിച്ചോടാ, ഈ മരത്തോട് നിനക്ക് ചെയ്തപ്പോൾ പോലും സഹിക്കാൻ വയ്യ, ഇത് മുഴുവൻ എൻ്റെ ജനമല്ലടാ, ഞാൻ എങ്ങനെയാടാ? അത് മനസ്സിലാക്കി കൊടുക്കാൻ ദൈവം വീണ്ടും ഇടപെടുവോ? ഇത്രയും കട്ടിയുള്ള യോനയെ പോലും കർത്താവ് കളഞ്ഞില്ലെങ്കിൽ നമ്മളെയൊക്കെ കളയുന്നാണോ നിങ്ങൾ പറയുന്നത്? ഇത്രയും കട്ടിയുള്ള യോനയെക്കുറിച്ച് കർത്താവ് പറഞ്ഞെങ്കിൽ നമ്മളെക്കുറിച്ച് സ്വർഗം എത്ര പറയുന്നാ നിങ്ങൾ പറയുന്നത്? We are so blessed. നമ്മുടെ പ്രശ്നം നമ്മുടെ തലയിലെ ആരൊക്കെയോ പഠിപ്പിച്ചതും എന്തൊക്കെയോ പറഞ്ഞു തന്നതുമായ കാര്യം നമ്മൾക്ക് കർത്താവിനോടുള്ള ബന്ധം ഉറപ്പില്ലാതാക്കി. അവൻ നമ്മളെ ഉപേക്ഷിക്കുമെന്നും അവൻ തന്നെ തള്ളിക്കളയുമെന്നുള്ള ചിന്തയിൽ നിറച്ചു കളഞ്ഞു. ആ പ്രസംഗങ്ങളിൽ നിന്നെല്ലാം പുറത്തു വാളാ. ഒരു പറ, അവൻ ഒരു നാളും എന്നെ കൈവിടത്തില്ല, അവനതിന് പറ്റത്തില്ല എന്ന് പറഞ്ഞേ. അവനതിന് പറ്റത്തില്ല. അടുത്തിരിക്കുന്നവരോട് ചോദിച്ചേ, നിങ്ങളുടെ മോനൊരു കുരുത്തക്കേട് കാണിച്ചാ നിങ്ങൾ അവനെ വീട്ടിൽ നിന്ന് പുറത്താക്കുവോ? പുറത്താക്കുകയൊക്കെ ചെയ്യും. രാത്രിയാകുമ്പോൾ വാതിൽ തുറന്നിട്ട് കിടന്നുറങ്ങും. കയറുന്നത് അറിയും, പക്ഷെ പിറ്റേ ദിവസം ചോദിക്കും, നീ എപ്പോഴാണോ വന്ന് കയറിയെന്ന് ചോദിക്കത്തുള്ളൂ. അതാ മാതാപിതാക്കള്. കളയാൻ പറ്റത്തില്ല. കുരുത്തക്കേട് കാണിച്ചിട്ട് ചെറുക്കനോട് ചൂടാവാത്തതിൻ്റെ കാര്യം എന്നാന്നറിയോ? പോയി കളഞ്ഞുവല്ല, ചത്തും കളഞ്ഞാലോ? പേടികാരനോ? കുരുത്തം കെട്ടതായാലും കുഴപ്പമില്ല, അവൻ ചാവാതെ എൻ്റെ കൂടെ കാണണം. നിന്നൊക്കെ എത്ര ഡീസൻ്റാ എൻ്റെ അപ്പൻ, നിന്നൊക്കെ എത്ര നല്ലതാ എൻ്റെ അപ്പൻ. നീ ഇത്രയും മോശമായിട്ട് പോലും ഇങ്ങനെയാ ചിന്തിക്കുന്നതെങ്കിൽ എത്രയധികം എൻ്റെ സ്വർഗം നിന്നെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. Father, thank you very much for the wonderful day. We know you love us. We believe it, Lord. നിന്റെ സ്നേഹത്തിന് നന്ദിയപ്പാ, നിന്റെ കരുതലിന് നന്ദിയപ്പാ, നിന്റെ പരിപാലനത്തിന് നന്ദിയപ്പാ, വീഴാതെ ഞങ്ങളെ നിർത്തുന്ന ആ കൃപയ്ക്ക് നന്ദിയപ്പാ. Thank you, Jesus. In Jesus' name.